വന്നു ചേർന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് എന്നെ ശുശ്രൂഷയ്ക്കായി വളരെ ആത്മാർത്ഥതയോടെ ക്ഷണിച്ച ഈ സഭയുടെ ശുശ്രൂഷകനായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ ശക്തമായി നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ, കുടുംബം, വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, എല്ലാവർക്കും ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. ജോസ് ചാൻ ഈ പ്രാർത്ഥന മീറ്റിങ്ങിലുണ്ടോ? ജോസ് ചാൻ എത്തിയിട്ടുണ്ടോ? എത്തിയില്ല. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോസാനാണ് ആദ്യം എന്നെ മീറ്റിങ്ങിന് ക്ഷണിക്കാനിടയായി തീർന്നത്. വളരെ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധം പ്രിയ ആൻറ്റിക്ക്, അമ്മച്ചിക്കായി സ്തോത്രം. ആ കുടുംബവുമായിട്ട് കർത്താവ് നൽകിയിട്ടുണ്ട്. ആ ഭവനത്തെ ഓർത്തും ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. സൗണ്ട് ഇച്ചിരി കൂടെ മോണിറ്ററിൽ കൂട്ടണേ. ഈ 4ാമത്തെ രാത്രിയിലും കർത്താവിന് നമ്മളോട് സംസാരിപ്പാനുണ്ട്. ദൈവശബ്ദം നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 മേഖലകളിലും ഒരുപോലെ നമ്മെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ ശബ്ദം. അതിലേറ്റവും കൂടുതൽ ദൈവശബ്ദം നമ്മളെ ബലപ്പെടുത്തേണ്ടത് നമ്മുടെ ആത്മമനുഷ്യനിലാണ്. ആത്മമനുഷ്യൻ ശക്തിപ്പെടുക എന്നതാണ് ഉപവാസ പ്രാർത്ഥനയുടെ ആത്യന്തികമായ വിഷയമെന്ന് പറയുന്നത്. ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തുക. ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ മറ്റൊരാളിൻ്റെ ആശ്രയം കൊണ്ടും മറ്റൊരാളിൻ്റെ കൈക്കരുത്തുകൊണ്ടും ഒരാൾക്കും വിജയപ്രദമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയായി തീരാൻ കഴിയത്തില്ല. അതിനുവേണ്ടി അവനെ പ്രാപ്തനാക്കുന്നത് അവനിൽ തന്നെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരാത്മ മനുഷ്യനുണ്ട്. അതിനെ അകത്തെ മനുഷ്യനെന്ന് പറയും. മനുഷ്യൻ്റെ ദൃശ്യമായ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത അദർശനായ മനുഷ്യനാണ് ഒരു വ്യക്തിത്വത്തിൽ വ്യാപരിക്കുന്ന, ഒരു ദൈവപൈതൽ വ്യാപരിക്കുന്ന ആത്മമനുഷ്യൻ. ആത്മമനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതാണ്, ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതാണ് ഉപവാസ പ്രാർത്ഥനകൾ. എന്നാൽ ആ ഒരു മേഖലയിൽ പോകുന്ന ശുശ്രൂഷകൾക്കും വെളിപ്പാടുകൾക്കും വളരെ കുറവ് സംഭവിക്കുകയും മങ്ങലേൽക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 21 ദിവസം ഉപവാസത്തിലായിരുന്നു. ഞായറാഴ്ചയാണ് തീർന്നത്. 30-ലധികം ദൈവദാസന്മാർ എൻ്റെ സഭയിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുവാൻ ഇടയായി. ഈ 30-ലധികം ദൈവദാസന്മാർ കടന്നു വന്നതിൽ ജനത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ട, ജനത്തിന് ഒരുപാട് ഒരു മീറ്റിംഗ് നടത്തുന്ന ഒരു ദൈവദാസനെ എനിക്കതറിയാം. ജനത്തിന് ഒത്തിരി ആവേശവും ജനത്തിന് ഒത്തിരി ഇഷ്ടവും തോന്നിയ ഒത്തിരി നല്ല ശുശ്രൂഷകൾ അല്ലെങ്കിൽ ദൈവദാസന്മാർ അവിടെ കടന്നു വന്ന് ശുശ്രൂഷിക്കാനിടയായി. ജനത്തിന് എപ്പോഴും ഇഷ്ടമുണ്ടാകുന്നത് അവരുടെ ബാഹ്യമായ ഭൗതികമായ മേഖലകളെ തൊടുന്ന പ്രവചനങ്ങൾ ഞാൻ ശ്രദ്ധിക്കാനിടയായി. അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാര്യം, പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നൊരു മീറ്റിംഗാണ് അവിടെ നടക്കുന്ന മീറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായ ആർക്കും ഞാൻ വരുന്ന ഗസ്റ്റിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കാറില്ല. കാര്യം ഒരാൾ പ്രാർത്ഥിച്ചാൽ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ കാണും. അതുകൊണ്ട് മെസ്സേജ് കഴിഞ്ഞാൽ ഉടനെ അവർ ഓഫീസിലോട്ട് അവർ പോകും. സ്തോത്രം. എന്നിട്ട് പോലും ഞാനൊരു ദിവസം നോക്കിയപ്പോൾ ഓഫീസിനകത്ത് ഓഫീസ് പൊളിയത്തക്ക രീതിയിൽ ആൾക്കാർ നിൽക്കുകയാണ്. സ്തോത്രം. അത് എൻ്റെ ചർച്ചിലുള്ളവരല്ല കൂടുതൽ, കാര്യം അവർക്ക് നേരത്തെ അറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ ഓഫീസ് ഞാൻ വിചാരിച്ചത് ഇളകി പോകുമായിരിക്കും. കാരണം അത് കെട്ടിടമല്ല. സ്തോത്രം. അത് മറ്റൊരു ക്രമീകരണത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ആൾക്കാർ അതിനകത്ത് ഇടിച്ചു കയറിയിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, അന്നത്തെ ശുശ്രൂഷ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവരത് കൂടുതലും ആ ശുശ്രൂഷയുടെ വിടുതലുകൾ പലതും നടന്നു. അതെല്ലാം ബാഹ്യമായ മേഖലയിലായിരുന്നു, ബാഹ്യമായ തലങ്ങളിലായിരുന്നു. വന്ന ദൈവദാസൻ ചിലരോട് പേര് വിളിച്ചു ദൂത് പറഞ്ഞു. ഭാര്യയുടെ പേര് വിളിച്ചു, അപ്പോൾ തന്നെ ഭർത്താവിൻ്റെ പേര് വിളിച്ചു. സ്തോത്രം. അപ്പോൾ തന്നെ മകൻ്റെ പേര് വിളിച്ചു. സ്തോത്രം. അപ്പോൾ അതൊക്കെ വളരെ ആക്യുറേറ്റാണ്, സത്യമായ കാര്യമാണ്. അല്ലാതെ അവിടെ വന്ന് ആരും ഫേസ്ബുക്കോ മറ്റു കാര്യങ്ങളോ നോക്കിയിട്ടല്ല. കാരണം അദ്ദേഹം വളരെ ലേറ്റായിട്ടാണ് വന്നത്. അതൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്നാൽ വളരെ ആത്മാർത്ഥമായി ആത്മമനുഷ്യനുമായി ബന്ധപ്പെട്ട്, ആത്മീയ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട്
വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ വന്ന് ശുശ്രൂഷ ഒരുപാട് ദൈവദാസന്മാരുണ്ട്. ഒരാൾ പോലും പ്രാർത്ഥിക്കാൻ നിന്നില്ല. ഓഫീസിൽ ഒരു തിരക്കുമില്ലായിരുന്നു. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ പോലും പ്രാർത്ഥിക്കാൻ നിന്നില്ല. ഓഫീസിൽ ഒരു തിരക്കുമില്ലായിരുന്നു. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ആ സിസ്റ്റത്തിനനുസരിച്ചല്ല നമ്മളെ കർത്താവ് നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനത്താലുള്ള വെളിപ്പാടുകളിലാണ് എന്നതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവെനിക്ക് വളരെ ശക്തമായ നിയോഗം തന്ന ഒരു വചനഭാഗം. ഒത്തിരി പരിചിതമായ ഭാഗമാണ്. ഒത്തിരി പരിചിതമായ ഭാഗമാണ് എന്നതുകൊണ്ട് നിസ്സാരമായി ആയിരിക്കാതെ ദൈവശബ്ദത്തിൻ്റെ ആധികാരികതയെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. എല്ലാവരും ആ വചനഭാഗം കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുമിച്ച് ആ കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാത്രിയിലും കർത്താവ് ഞങ്ങളോട് ഇടപെടണമേ. ഇന്ന് രാത്രിയിലും കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. വളരെ ശക്തമായ ദൈവശബ്ദം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം പൊഴിച്ചു തരുന്നതിനായി സ്തോത്രം. ഒരു കേൾവിക്കാരെ പോലെ ഞങ്ങൾ ഇരിക്കാതെ കർത്താവിൽ നിന്ന് പ്രാപിക്കാനുള്ളൊരു വലിയ ആത്മബോധത്തോടെ ഇന്ന് രാത്രി ഞങ്ങളെ പരിശുദ്ധാത്മ വരുത്തണമേ കർത്താവേ. ഒരു ശ്രോതാവിനെ അല്ലല്ലോ കർത്താവിന് ആവശ്യം. ശ്രോതാക്കളെ അല്ലല്ലോ കർത്താവിന് ആവശ്യം. കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ച ഈ ദൂതിലൂടെ, വെളിപ്പാടിലൂടെ പ്രാപിച്ച ആത്മാവിൽ ആരാധിച്ച കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണം. വെളിപ്പാടിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. വിവേചനാത്മാവിനാൽ ഞങ്ങളെ നിറച്ചുകൊണ്ട് അഭിഷേകത്തിന്റെ ദൂതുകൾ വിളംബരം ചെയ്യാൻ അതരങ്ങൾക്ക് ശക്തി തരുന്നതിനായി സ്തോത്രം പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ വചനത്തിനകത്തൊരു ജീവനുണ്ടല്ലോ, വചനത്തിനകത്തൊരു ചൈതന്യമുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ അതിനകത്ത് വെളിപ്പെട്ടു വരുവാൻ മങ്ങിയിരിക്കുന്ന, മരിച്ചിരിക്കുന്ന, മരവിച്ചിരിക്കുന്ന മേഖലയിലൊക്കെ അതൊരു വലിയ ചലനമായി മാറുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. അതിനായി സമർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. വളരെ പരിചിതമായ ഒരു വചനഭാഗമാണ്. സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ ശലോമോനിലൂടെ പണി കഴിപ്പിച്ച മനോഹരമായ ആലയം. ഏകദേശം 7 വർഷങ്ങൾ കൊണ്ടാണ് ആ പണി പൂർത്തീകരിച്ചത്. നമുക്കറിയാം, സ്വർണ്ണക്കല്ലുകൊണ്ടും വെള്ളക്കല്ലുകൊണ്ടും ഒക്കെ പണി കഴിപ്പിച്ച വളരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പണിതുയർത്തിയ ശലോമോന്റെ നേതൃത്വത്തിൽ പണിയപ്പെട്ട മനോഹരമായ ആലയം. ആലയത്തിൻ്റെ വ്യത്യസ്തമായ പണികൾ അതിൻ്റെ പ്രത്യേകതകളെ വെളിപ്പെടുത്തുന്നു എങ്കിലും ശലോമോനിലൂടെ പണി കഴിപ്പിച്ച ആ ആലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നെന്ന് ദൈവകൃപയുള്ളൊരു മനുഷ്യനോട് ചോദിച്ചാൽ അവർ പറയും, അതിൻ്റെ ഉയരമോ നീളമോ വീതിയോ അതിനകത്ത് പണി കഴിപ്പിച്ച വിലയേറിയ ഏതെങ്കിലും സംവിധാനങ്ങളൊന്നുമല്ല. അതിൻ്റെ ഏറ്റവും വലിയ മനോഹരത എന്ന് പറയുന്നത് യഹോവയുടെ തേജസ്സായിരുന്നു, ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു. അവൻ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണത്. പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി നിന്ന് എന്ന് നമ്മൾ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്. കർത്താവേ, ദൈവദാസന്മാർക്ക്, പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവ തേജസ് ഇന്നും ഇറങ്ങണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. ഏതർത്ഥത്തിലാണ് നമ്മളത് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയത്തില്ല. എങ്കിലും ഞാൻ ആ വചനങ്ങൾ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പുരോഹിതന് ശുശ്രൂഷിക്കാൻ കഴിയാത്ത വിധത്തിൽ എന്ന് പറയുമ്പോൾ സ്തോത്രം, പുരോഹിതൻ വെറുതെ അവിടെ ഇരുന്ന് വിശ്രമിച്ചു എന്നർത്ഥമല്ല. സ്തോത്രം, പുരോഹിതൻ വെറുതെ അവിടെ ഇരുന്ന് ഉറങ്ങി എന്നർത്ഥമല്ല ഞാനത് മനസ്സിലാക്കുന്നത്. സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ ആ മഹത്വകരമായ തേജസ്സിൻ്റെ ഘനമേറിയ അനുഭവങ്ങൾ ആലയത്തിനകത്ത് വെളിപ്പെട്ടു വന്നപ്പോൾ സ്തോത്രം, പുരോഹിതന് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല, ആത്മാവാണ് ശുശ്രൂഷിച്ചത്.
സ്തോത്രം. അവൻ അദ്ദേഹം ഒരുക്കിക്കൊണ്ടുപോയതോ അദ്ദേഹം ചിന്തിച്ചു കൊണ്ടുവന്നതായ സിസ്റ്റങ്ങളൊന്നും അവിടെ വെളിപ്പെടുത്താൻ കഴിയാത്ത വിധത്തില് സ്തോത്രം പരിശുദ്ധാത്മാവ ശുശ്രൂഷകളെ ഏറ്റെടുത്തു എന്നാണ് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നത്. ഞാൻ ആ വിഷയത്തിൽ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പണി കഴിപ്പിച്ച ശലോമോനിലൂടെ പണി കഴിപ്പിച്ച ആലയത്തിൻ്റെ സംവിധാനങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മനോഹരമായ രീതിയിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഉയർത്തിപ്പണിത ആലയത്തിൻ്റെ സംവിധാനം ഉയർത്തപ്പെട്ടത് ആരംഭത്തിലാണ്. അതിനുശേഷം പലരും ആലയം പുതുക്കി പണിയുകയും ഇനിയും ആലയത്തിന് പണി മടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. എന്നാൽ ഈ ആലയമൊക്കെ അവിടെ പണി കഴിപ്പിക്കുന്നതിന് മുൻപുള്ള ഒരു പ്രത്യേകമായ ദൈവശബ്ദത്തിൻ്റെ വെളിപ്പാടിലേക്കാണ് നമ്മൾ ഈ ഭാഗത്തെ ഒന്ന് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ തലയെടുപ്പോടുകൂടെ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ആലയം അവിടെ നാം കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ നാം മറന്നു പോകാതിരിക്കേണ്ട, നാം ഓർക്കേണ്ട ചില ആത്മീക ചരിത്രങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അത് ബോധ്യപ്പെടുത്തി തരാനാണ് ആ ഭാഗത്തിനകത്ത് എവിടെയാണ് ശലോമോൻ ആലയം പണിതത് എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയത്. ആ ചരിത്രം മറന്നു പോകാതിരിക്കാൻ ഒരു കാര്യം ഇന്ന് രാത്രിയിൽ വന്നിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം. അനുഗ്രഹങ്ങളുടെ ഉന്നതമായ ഭാവങ്ങളിലേക്ക്, ഉന്നതമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ പഴയത് പലതും അറിയാതെ മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അറിയാതെ പലതും മറന്നു പോകുന്നുണ്ട്. ഇന്നലകളിൽ കടന്നു വന്ന പാതകളും വഴികളും ഒക്കെ ഇന്നത്തെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്ന ചില മുഖാന്തരങ്ങളുണ്ട്. ഇന്നത്തെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്ന ചില അനുഭവങ്ങളുണ്ട്. അതൊക്കെ മറന്നു പോകുന്ന ഒരാത്മീക സമൂഹം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ആരാധനയിലും സ്തോത്രത്തെയും ശരിക്കും ബാധിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. എത്ര വർഷങ്ങളായിട്ട് പ്രസംഗം കേൾക്കുന്ന ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും കരങ്ങൾ അടിക്കാനും കൈ ഉയർത്താനും വാ തുറക്കാനും ഒക്കെ ഇന്ന് എന്തുകൊണ്ട് ദൈവദാസന്മാർ ഇങ്ങനെ പറഞ്ഞിരിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിൻപിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. പഴയത് പലതും നമ്മൾ മറന്നുപോയി. പഴയത് മറന്നു. പഴയത് ഓർക്കുന്ന ഒരു ദൈവ പൈതൽ, സ്തോത്രം, അത് സ്മരിക്കുന്ന ഒരു ദൈവ പൈതൽ നിശ്ചയമായും അവന്റെ കണ്ണുകൾ ദൈവത്തിൽ ഇരിക്കുമ്പോൾ നനയും. അവൻ അറിയാതെ അവൻ അധരങ്ങൾ തുറക്കും. യഹൂദന്മാരുടെ ആലയത്തിനകത്ത് തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന ഒരു ആരാധന രീതി ഇല്ലാത്ത കാലഘട്ടത്തിലാണ് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ ഇരുന്ന് വിടുതൽ പ്രാപിച്ചവൻ ആലയത്തിനകത്ത് അഭിഷക്തന്മാരോടുകൂടെ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചത്. കാര്യമെന്താ? പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് തുള്ളിച്ചാടിയതല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് തുള്ളിച്ചാടിയതല്ല. ആരെങ്കിലും ആലയത്തിനകത്ത് തുള്ളിച്ചാടുന്നത് കണ്ടിട്ട് കൂടെ ചാടിയതുമല്ല. എന്താ കാര്യമെന്ന് അവനോട് ചോദിച്ചാൽ അവൻ പറയൂ, ഇന്നലകളിൽ ഞാൻ ഇരുന്നൊരു നിരങ്ങിയ ഒരു സ്ഥലമുണ്ട്, ദീർഘവർഷങ്ങളായി ഞാൻ ഇരുന്ന് പിച്ചയെടുത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ എനിക്കിവിടെ തുള്ളാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലിലും രാത്രിയിലും വന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിൽ വരുമ്പോഴെങ്കിലും കടന്നു വന്ന വഴികളും പാതകളും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് യോർദാനിൽ തലമുറകൾ ഓർക്കത്തക്ക രീതിയിൽ സ്തോത്രം കല്ലുകൾ എടുത്ത് സ്മരണയ്ക്കു വേണ്ടി നിർത്തണമെന്നൊക്കെ തമ്പുരാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? തലമുറകളുടെ ആരാധനയ്ക്ക് വിഷയമില്ലാതെ വരുമ്പോൾ പിതാക്കന്മാരെ നടത്തിയ ദൈവത്തെ ഓർക്കാൻ വേണ്ടിയാ തമ്പുരാൻ അത് പറഞ്ഞത്. സ്തോത്രം. പകല് ഞാൻ പറഞ്ഞതുപോലെ എന്തിനാ മന്നയിൽ ഒരിടങ്ങഴി എടുത്ത് പെട്ടകത്തിനകത്ത് വെക്കാൻ പറഞ്ഞത്? അനുഭവമില്ലാത്ത തലമുറകൾ ഇത് കണ്ട് ദൈവത്തെ സ്തുതിക്കാനാ. ഞാൻ ആ ഭാഗത്തിലേക്ക് മാറുകയാ. ശ്രദ്ധിച്ചേ, ഇത് കുറയ്ക്കല്ലേ, ഇത് കുറയ്ക്കരുത്. കുറച്ചോ? കുറയ്ക്കല്ലേ, എനിക്ക് കൂട്ടി തരണം, കൂട്ടിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പ്രസംഗിച്ചോളാം. നിങ്ങളുടെ ഔട്ട് കുറച്ചോ, കുഴപ്പമില്ല.
സ്തോത്രം. ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ ശലോമോനിലൂടെ പണിയപ്പെട്ട ആലയം, ഈ ആലയം പണിതത് എവിടെയാണ് എന്നവിടെ വ്യക്തമാണ്. മോരിയ പർവ്വതത്തിൽ. മോരിയ പർവ്വതത്തിൽ ഈ ഒരു ഭാഗം സംസാരിക്കപ്പെടുമ്പോൾ 3 ജനറേഷൻ ഇതിനകത്ത് വരികയാണ്. ഫസ്റ്റ് ജനറേഷൻ അബ്രഹാം, സെക്കൻഡ് ദാവീദ്, 3 ശലോമോൻ. ഇങ്ങനെ 3 ജനറേഷൻ ഇതിനകത്ത് കടന്നു വരികയാണ് മോരിയ പർവ്വതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. മോറിയ പർവ്വതവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അബ്രഹാം ദൈവത്തിന്, യഹോവയ്ക്ക് യാഗം കഴിച്ച സ്ഥലം. മോറിയ പർവ്വതവുമായി ബന്ധപ്പെട്ട ദാവീദ് ദൈവത്തിന് വേണ്ടി യാഗം കഴിച്ചു എന്ന് പറയുന്ന ഭാഗവും ആമേൻ ഈ പർവ്വതവുമായി ബന്ധപ്പെട്ട. ശലോമോൻ യഹോവയ്ക്ക് ഒരു ആലയം പണിതതും ഈ സ്ഥലത്താണ്. അപ്പൊ ഞാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചത് ആമേൻ ശലോമോനിലൂടെ പണിയപ്പെട്ട ഈ മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ആലയത്തിന്റെ പണിയുടെ തുടക്കം എവിടെയായിരുന്നു? തുടക്കം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ യാഗവുമായി ബന്ധപ്പെട്ടാണ്. ഇതിന്റെ ഒരു തുടക്കം ഞാൻ പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവിടെ നിന്ന് വന്നാൽ മാത്രമേ എനിക്ക് ഈ വചനഭാഗത്തിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഈ മോറിയ പർവ്വതത്തിൽ തന്നെ ഇങ്ങനെ മനോഹരമായ ഒരാലയം പണിയുവാനിടയായ സാഹചര്യം, ആ കാലഘട്ടങ്ങളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന മനോഹരമായ മറ്റൊത്തിരി പർവ്വതങ്ങളുണ്ട്. സിയോൻ പർവ്വതമുണ്ട്, ആമേൻ, ഒലിവ് മലയുണ്ട്. ഒലിവ് മലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർവ്വതം. കാരണം ആമേൻ ഒലിവ് മലയിൽ നിന്ന് കഴിഞ്ഞാൽ യെരുശലേമിന്റെ എല്ലാ ഭാഗങ്ങളും നന്നായി കാണത്തക്ക രീതിയിൽ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു മലയാണ് ഒലിവ് മല. സ്തോത്രം. അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഒത്തിരി മലകൾ ഉണ്ടായിരിക്കെ ശലോമോനിലൂടെ സർവശക്തനായ ദൈവം ആലയം പണിതത് അവൻ മോറിയ പർവ്വതവുമായി, മോറിയ മലയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്. അതിന്റെ പിൻപിലെ അവ പ്രധാനപ്പെട്ടൊരു വിഷയത്തെയാണ് ഇന്ന് രാത്രിയിൽ തൊടാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഏതൊരു ഉയർച്ചയുടെ പിൻപിലും, ഏതൊരു അനുഗ്രഹത്തിന്റെ പിൻപിലും, ഏതൊരു ദൈവപ്രവൃത്തിയുടെ പിൻപിലും സ്തോത്രം അതിന് കാരണമായ ചില പ്രത്യേക വിഷയങ്ങളുണ്ട്. സ്തോത്രം. ആ വിഷയമാണ് അബ്രഹാമിന്റെ യാഗവുമായി ബന്ധപ്പെട്ട് മോറിയ ദേശത്തോടുള്ള ബന്ധത്തിൽ, ആ മലയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചേ. അപ്പോൾ മോറിയ പർവ്വതവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പശ്ചാത്തലം അബ്രഹാമുമായി ബന്ധപ്പെട്ടതാണ്. അബ്രഹാം തന്റെ ജീവിതത്തിൽ ഒരുപാട് യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ശേഖേമിലും ബഥേലിലും ഹെബ്രോനിലും അങ്ങനെ തുടങ്ങി ഒത്തിരി ഇടങ്ങളിൽ ഒരുപാട് യാഗങ്ങൾ അബ്രഹാം നടത്തിയിട്ടുണ്ട്. പക്ഷേ മോറിയ മലയിൽ അബ്രഹാം നടത്തിയ യാഗങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്തമായി കിടക്കുന്നു? ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ ഹെബ്രോനിലും അവൻ ഇതര സ്ഥലങ്ങളിലും അബ്രഹാം നടത്തിയ യാഗങ്ങൾ ചില വാക്യങ്ങളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ അവൻ ഉൽപ്പത്തി 22 അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഒട്ടനവധി വാക്യങ്ങൾ സ്തോത്രം മോറിയ പർവ്വതത്തിന്റെ, മോറിയ മലയുടെ അവ യാഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ചേർത്ത് വെച്ചു? അപ്പോൾ അത് നാം തിരിച്ചറിയേണ്ട ഒത്തിരി പ്രത്യേകതകൾ ഉണ്ട്. അബ്രഹാം നടത്തിയ അവ യാഗങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകമായ ഒത്തിരി വിശേഷതയുള്ള ഒരു യാഗമായിരുന്നു, അവൻ ഒത്തിരി വില കൊടുത്ത ഒരു യാഗമായിരുന്നു മോറിയ പർവ്വതവുമായി, മലയുമായി ബന്ധപ്പെട്ട് അബ്രഹാം നടത്തിയ യാഗം. അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ഈ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കറക്റ്റായിട്ട് അവ കയറി വരുവാനായിട്ട്. അവൻ മോറിയ പർവ്വതവുമായി ബന്ധപ്പെട്ട് അബ്രഹാം നടത്തിയ യാഗങ്ങൾ വിശദീകരണം ഉൽപ്പത്തി 22 അധ്യായമാണ്. ഒരു കഥ പോലെ എല്ലാവരുടെയും ഉള്ളിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് വാക്യങ്ങൾ വായിപ്പിച്ചില്ലെങ്കിൽ പോലും അത് പെട്ടെന്ന് ഗ്രഹിക്കാൻ നമുക്ക് കഴിയും. ഇന്ന് രാത്രിയിൽ അതിനകത്തും മറഞ്ഞു കിടക്കുന്ന
ചില വെളിപ്പാടുകളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മളെ കൊണ്ടുപോകാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഒന്ന്, യാഗത്തിന് വേണ്ടി അബ്രഹാം കൊടുത്ത യാഗ വസ്തുവാണ് അവിടുത്തെ ഒന്നാമത്തെ പ്രത്യേകത. യാഗത്തിന് വേണ്ടി അബ്രഹാം കൊടുത്ത യാഗ വസ്തു. ശ്രദ്ധിക്കുക. ആ കാലഘട്ടങ്ങളിൽ നടക്കുന്ന യാഗങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ യാഗത്തിനു വേണ്ടി ഒരു യാഗമൃഗം ആവശ്യമാണ്. അവരുടെ പ്രാപ്തി അനുസരിച്ച് യാഗത്തിനു വേണ്ടി ഒരു യാഗമൃഗം ആവശ്യമാണ്. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ യാഗങ്ങൾ നടക്കുന്നത്. വേദപുസ്തക ചരിത്രത്തിലെ ആദ്യത്തെ യാഗമെന്ന് പറയുന്നത്, ആദ്യത്തെ ആരാധന എന്ന് പറയുന്നത് ആരുടെയാണ് നമുക്കറിയാം. ആരുടെയാ? കയീന്റെയും ഹാബേലിന്റെയും യാഗമാണ്. അവർക്കുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെച്ച് സ്തോത്രം. ഹാബേൽ എന്ന് പറയുന്നത് ആട്ടിടയനായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് യാഗത്തിന് താൻ അർപ്പണം ചെയ്തത്. കയീൻ എന്ന് പറയുന്ന മനുഷ്യൻ കൃഷിക്കാരനായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് താൻ യാഗത്തിന് കാര്യങ്ങൾ ചെയ്തത്. ദൈവം യാഗത്തിൽ പ്രസാദിക്കാതെ പോയത് ഒരിക്കലും കയീൻ യാഗവസ്തുവായി വെച്ചത് കൃഷി വസ്തുക്കളും ഹാബേൽ യാഗമായി വെച്ചത് ഏതെങ്കിലും മൃഗവും ആയതുകൊണ്ടല്ല ദൈവം ആ യാഗത്തിൽ പ്രസാദിക്കാതെ പോയത്. രക്തം കൂടാതെ വിമോചനമെന്നുള്ള ന്യായപ്രമാണം പിന്നത്തേതിലാണ് വന്നത്. അതുകൊണ്ട് ആ ഒരു പ്രസക്തി അവിടെ ഇല്ലായിരുന്നു. എന്തുകൊണ്ട് യാഗത്തിൽ ദൈവിക പ്രസാദം ഹാബേലിന്റെ കയ്യിനേക്കാൾ കൂടുതൽ ഹാബേലിൽ വെളിപ്പെട്ടു എന്ന് ചോദിച്ചാൽ തിരുവെടുത്ത് രേഖപ്പെടുത്തിയിട്ടു നമുക്കറിയാം. ആദ്യം ദൈവം പ്രസാദിച്ചത് യാഗ വസ്തുവിന്റെ മേലായിരുന്നില്ല, യാഗം അർപ്പിക്കുന്ന വ്യക്തിയുടെ പേരിലായിരുന്നു തമ്പുരാന്റെ ആദ്യത്തെ പ്രസാദം വെളിപ്പെട്ടത്. ഞാനവിടെ നിൽക്കുന്നില്ല. യാഗം അർപ്പിക്കുന്ന വ്യക്തിക്ക് വളരെ പ്രാധാന്യമുള്ളപ്പോൾ തന്നെ യാഗ വസ്തുവിനും വളരെ പ്രാധാന്യമുണ്ട്. ശ്രദ്ധിക്കുക. ഈ യാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഹെബ്രോനിൽ അബ്രഹാം യാഗം നടത്തി, ബഥേലിൽ യാഗം നടത്തി, ശേഖേമിൽ യാഗം നടത്തി. ഇവിടെയൊക്കെ അബ്രഹാം യാഗം നടത്തുമ്പോൾ ആ യാഗത്തിന് ഒരു യാഗമൃഗമാണ് യാഗത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടത്. പക്ഷേ ഈ യാഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് യാഗം കഴിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ശ്രദ്ധിക്കുക. ദൈവം പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അബ്രഹാമിനോട് പറഞ്ഞത് എനിക്ക് വേണ്ടി നീ ഒരു യാഗം കഴിക്കണമെന്നല്ല ദൈവം പറഞ്ഞത്. യാഗം കഴിക്കണമെന്നായിരുന്നു ദൈവം അബ്രഹാമിനോട് പറഞ്ഞതെങ്കിൽ സ്തോത്രം, വലിയ മൃഗസമ്പത്തിന്റെ ഉടമയായ അബ്രഹാമിന് ആ മൃഗത്തിൽ ഏറ്റവും നല്ലത്, കാര്യം അബ്രഹാം ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കുന്നവനാ, ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുന്നവനാ. അത് അബ്രഹാമിന്റെ ജീവിതം പഠിക്കുന്നവർക്കറിയാം, ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ദൈവം ഒരു യാഗത്തിന് വേണ്ടി ഒരു ആഹ്വാനം മാത്രമായിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ഉറപ്പാണ് അബ്രഹാമിനുള്ള യാഗവസ്തു അല്ലെങ്കിൽ മൃഗസമ്പത്തിൽ നിന്ന് ഏറ്റവും ഊനമില്ലാത്ത, ഏറ്റവും നല്ല, ഏറ്റവും ഇളയതൊന്നിനെ അബ്രഹാം യാഗം കഴിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ദൈവം എടുത്തു പറയുകയാണ്, എനിക്കിപ്പോൾ വേണ്ടിയത്, ദൂത് കേൾക്കണേ, എനിക്കിപ്പോൾ വേണ്ടിയത് ഒരുപാടുള്ളതിൽ നിന്ന് ഒന്നല്ല, ഒന്നുള്ളതിൽ നിന്നൊന്ന്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുക. ദൈവം ആവശ്യപ്പെടുന്നത് കണ്ടോ? നിനക്ക് ഒരുപാടുള്ള യാഗമൃഗത്തിൽ നിന്ന് ഒന്നിനെ അല്ല ഞാൻ ഈ ആരാധനയിൽ നിന്നോട് ചോദിക്കുന്നത്. ഒന്നേ ഉള്ളൂ, ഏകജാതനായ മകനെ തന്നെ നീ എനിക്ക് യാഗം കഴിക്കണം. രക്തത്താൽ ജയമെടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരുപാടുള്ളതിൽ നിന്ന് ഒന്ന് കൊടുക്കാൻ അബ്രഹാമിന് പെയിനില്ല, അബ്രഹാമിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒന്നേ ഉള്ളൂ, അതിൽ നിന്ന് ഒന്ന് കൊടുക്കണമെങ്കിൽ അത് പ്രസംഗിക്കുന്നത് പോലെയും കേൾക്കുന്നത് പോലെയും കേട്ട് കൈയടിക്കുന്നത് പോലെയും എളുപ്പമല്ല. അതിന് അബ്രഹാം എല്ലാത്തിനേക്കാളും മുകളിൽ ദൈവത്തെ സ്നേഹിക്കണം. രക്തത്താൽ ജയമെടുക്കുകയാണ്. എല്ലാത്തിനേക്കാളും മുകളിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം ആവശ്യപ്പെട്ടത് ഒന്നുള്ളതിൽ നിന്ന് ഒന്ന്. അത് കൊടുത്താൽ പിന്നെ അബ്രഹാമിന് എന്തുണ്ട്? പറഞ്ഞോ, അത് കൊടുത്താൽ പിന്നെ അബ്രഹാമിന് എന്തുണ്ട്? ഉറക്കെ പറ. ഒന്നുമില്ല. അത് കൊടുത്താൽ പിന്നെ അബ്രഹാമിനൊന്നുമില്ല, സീറോയാ.
രക്തത്താൽ ജയമെടുക്കുക. ഉള്ളതിൽ നിന്ന് ഒന്ന് കൊടുത്താൽ പിന്നെ അബ്രഹാമിന് ഒന്നുമില്ലെന്ന് എന്തെങ്കിലും പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അവൻ ഇതിനകത്തെ ഏറ്റവും വലിയ വെളിപ്പാട് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ബിസിനസ് മൈൻഡ് ഉള്ള മനുഷ്യനല്ല അബ്രഹാം. എന്താ ബിസിനസ് മൈൻഡ്? നമ്മുടെയൊക്കെ അകത്തിരിക്കുന്ന ബിസിനസ് മൈൻഡ് എന്താ? അവ കൊടുപ്പിൻ എന്നാ നിങ്ങൾക്ക് ഉറക്കെ പറ. നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു തത്വമാ, കൊടുപ്പിൻ എന്നാ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പ്രത്യേകിച്ച് ഈ സ്തോത്രകാഴ്ചയൊക്കെ എടുക്കുന്ന സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ സ്തോത്രകാഴ്ചയെ കുറിച്ച് 4 കാര്യം നല്ല രീതിയിൽ പറയാൻ അവ പ്രാപ്തിയുള്ളവരെ കൊണ്ടായിരിക്കും അവ സ്തോത്രകാഴ്ച എടുപ്പിക്കാൻ വേണ്ടി ആൾക്കാർ ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നത്. അവർ കയറി നിന്നിട്ട് 4 കാര്യം അവൻ നല്ല രീതിയിൽ പറഞ്ഞു കഴിയുമ്പോൾ 10 രൂപ സ്തോത്രകാഴ്ച ഇടാൻ എടുത്ത് വെച്ചേക്കൽ 100 ആക്കും. പറഞ്ഞു മനസ്സിലായോ? കാരണം കൊടുത്താൽ കിട്ടുമെന്നുള്ള ബോധ്യത്തിൽ, ഞങ്ങളൊക്കെ കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്, നിങ്ങളും കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ബോധ്യത്തിൽ ഒരു ബിസിനസ് മൈൻഡ് ജനത്തിന്റെ അകത്തേക്ക് ഇൻജക്ട് ചെയ്യുകയാണ്. സ്തോത്രം. അപ്പോൾ അവൻ 10 രൂപ സ്തോത്രാഴ്ച ഇട്ടവന് ഇടാൻ എടുത്തു വെച്ചൊരു മനസ്സിലാകും, 10 രൂപ എടുത്താൽ ഇത്രയേ ബാക്കി കിട്ടത്തുള്ളൂ, അതുകൊണ്ട് 100 ആക്കി കഴിഞ്ഞാൽ അത്രയും കിട്ടും. ഉടനെ അവന്റെ അകത്ത് ബിസിനസ് മാൻ ചലിക്കും, കൊള്ളാം, നല്ല വഴിയാണ്. സ്തോത്രം. എങ്ങും കിട്ടത്തില്ല ഇത്രയും പലിശ, എങ്ങും കിട്ടത്തില്ല ഇത്രയും ഇൻട്രസ്റ്റ്, അതുകൊണ്ട് ഇത്രയും കൊടുത്താൽ ഇത്രയും കിട്ടും. ഇന്ന് രാത്രി ദൈവമക്കൾ കേട്ടോണേ, അബ്രഹാമിന്റെ യാഗത്തിനകത്തൊരു ബിസിനസ് ഇല്ലായിരുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ അകത്ത് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തൊരു വിടുതൽ കിട്ടുമെന്ന പ്രതീക്ഷ നമ്മുടെ അകത്തില്ലേ? ഉണ്ടോ? ആ പ്രതീക്ഷ തെറ്റൊന്നുമല്ല. വിടുതൽ കിട്ടും, സൗഖ്യം കിട്ടും, അനുഗ്രഹം കിട്ടും എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കുന്നെങ്കിൽ അതിന്റെ പേരാണ് ബിസിനസ്. സ്തോത്രം. ബിസിനസിന്റെ തത്വം എന്താ? ബിസിനസിന്റെ തത്വം മുടക്കുന്ന ആ മുതലിന്റെ ഇരട്ടി തിരിച്ചെന്ത് ചെയ്യുക, ലാഭമായി കിട്ടുക. ഇതാണ് ബിസിനസിന്റെ തത്വം. നമ്മളറിയാതെ നമ്മുടെ ആത്മീകതയ്ക്കകത്തും ശരിക്കും ഈ ഒരു സാധനം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ദൈവദാസൻ പറയുന്നത്, അതെ, ശക്തമായി ആരാധിച്ചോ, ഇപ്പോൾ നിനക്ക് ആരാധനയിൽ വിടുതൽ, സൗഖ്യം കിട്ടും. അപ്പോൾ സൗഖ്യവും വിടുതലും കിട്ടാൻ വേണ്ടി നമ്മൾ ആരാധിച്ചതോടുകൂടെ ആരാധന ഒന്നും നടക്കുന്നില്ല. സ്തോത്രം. യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് സൗഖ്യവും വിടുതലും കിട്ടാനാണ്. ആരാധനയുടെ വെളിപ്പാടെന്താ? കിട്ടുകയല്ല, കൊടുക്കുകയാണ്. മനസ്സിലായവർക്കായി സ്തോത്രം പറയുന്നു. ശരിക്കും ആരാധനയുടെ വെളിപ്പാടെന്താ? ശരിക്കും ആത്മീക ജീവിതത്തിന്റെ വെളിപ്പാടെന്താ? കിട്ടുന്നതല്ല, കൊടുക്കുന്നതാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിതാക്കന്മാരൊക്കെ കിട്ടാനാണ് കൊടുത്തതെങ്കിൽ അവർക്ക് എന്നാ കിട്ടിയെന്നാ പറയുന്നത്? അവർക്കൊന്നും കിട്ടിയില്ല. രക്തത്താൽ ജയമെടുക്കുക. അവർക്കൊക്കെ ഉള്ളത് പോയതേ ഉള്ളൂ. അവർക്കൊക്കെ ഉള്ളത് പോയതേ ഉള്ളെന്ന്. ഞാൻ പലയിടത്ത് ചെല്ലുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ചർച്ചിന്റെ സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബത്തിലുള്ള ഒരപ്പച്ചൻ ചർച്ചിന് വേണ്ടി എന്ത് ചെയ്തതാ. ഈ തലമുറയിൽ ഇങ്ങനൊരു സാക്ഷി ഇന്ന് കേൾക്കൂ നമ്മൾ. എന്റെ വല്യപ്പച്ചൻ ഉൾപ്പെടെയുള്ള അപ്പച്ചന്മാര് അവ ചർച്ചിന് വേണ്ടി, ആലയത്തിന് വേണ്ടി അവ അന്നത്തെ അവർക്കുള്ള വസ്തുക്കളിൽ നിന്ന് അവർ എഴുതി മാറ്റിവെച്ച സ്ഥലത്ത് ഇന്നത്തെ നമ്മുടെ പല ഹോളുകളും ഇരിക്കുന്നത്. രക്തത്താൽ ജയമെടുക്കുക. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ചിന്തിക്കാൻ പറ്റുമോ? രക്തത്താൽ ജയമെടുക്കുകയാണ്. അപ്പുറത്തവന്റെ വസ്തുവും കൂടെ എങ്ങനെയെങ്കിലും 21 ഉപവസിച്ച്, 7 ഉപവസിച്ച്, 14 ഉപവസിച്ച്, അവൻ കൈവച്ച് പ്രാർത്ഥിച്ച്, കൈ ചൂണ്ടി പ്രാർത്ഥിച്ച്, പൈസ എറിഞ്ഞ് പ്രാർത്ഥിച്ച്, അവൻ നമ്മുടെ മൂത്ത മോനും 2ാമത്തെ മോക്കും കൂടെ ഭാഗമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴാണോ പ്രിയരെ സ്തോത്രം വിട്ടുകൊടുക്കുന്നത്? രക്തത്താൽ ജയമെടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിൽ ഉൾക്കൊള്ളണ്ട. പക്ഷെ സത്യമായി ഞാൻ പറയുന്നത്, ആരാധനയ്ക്കകത്ത് വിടുതൽ കിട്ടുമെന്നൊരു മൈൻഡ് പിശാച് കൊണ്ട് ഇട്ടിട്ട് ആരാധിക്കുന്നത് കൊണ്ട് ഒന്നും നടക്കുന്നില്ല, ഒരു സൗഖ്യവും നടക്കുന്നില്ല. പക്ഷെ കിട്ടുന്നതോ കിട്ടാത്തതോ എന്റെ വിഷയമല്ല. ഞാൻ ആരാധിക്കുന്നത്, ഉപവസിക്കുന്നത് കിട്ടാനല്ല. എനിക്ക് ദൈവം തന്ന ആരോഗ്യം ദൈവസന്നിധി ഞാൻ അർപ്പിക്കുന്നു. എനിക്ക് ദൈവം തന്ന സമയം ദൈവസന്നിധി ഞാൻ അർപ്പിക്കുന്നു. എനിക്ക് ദൈവം തന്ന സമ്പത്ത് ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു.
ഈ ഒരു വെളിപ്പാട് വന്നു നോക്ക്, നിന്റെ ആരാധനക്കകത്ത് വിടുതൽ നടന്നിരിക്കും. പാട്ടുകാരൻ പാട്ട് എഴുതി വെച്ചു, അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം. അതുകൊണ്ട് രാത്രി ദൈവമക്കളെ, അപ്പോസ്തലന്മാര് ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടിയതുകൂടെ നിന്റെ ചങ്ങല ഇപ്പം എത്ര വർഷമായിട്ട് കേൾക്കുക. ഏത് ചങ്ങലയാ പൊട്ടിയത്? ഏത് ചങ്ങലയാ പൊട്ടിയത്? രക്തത്താൽ ജയമെടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്ത് ചങ്ങലയെ പൊട്ടിയത് ഈ പറയുന്നേ? സ്തോത്രം. അവരാരാധിച്ചത് ചങ്ങല പൊട്ടാനാണോ? അവർക്കറിയാമോ ആരാധനയുടെ അവസാനം അന്യഭാഷ പറയുമ്പോ അവ ചങ്ങല പൊട്ടുമെന്ന് പോലെ ഇവർക്കറിയോ? എന്റെ കൂടെ വന്നേ, ഇവർക്കറിയാമോ? അറിയാമോ ഇല്ലയോ? ഇല്ല, അറിയത്തില്ല. അർദ്ധരാത്രിയിൽ ഇവർ സ്ഥിരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സമയത്ത് പ്രതികൂലങ്ങളെ നോക്കാതെ ദൈവത്തോട് സംസാരിക്കാൻ, ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാൻ ഇന്നലെ രാത്രി വരെ കൊടുത്തത് ഇന്ന് രാത്രിയിലും എനിക്കത് കൊടുക്കണമെന്നുള്ള വെളിപ്പാടിൽ അവർ മുഴങ്കാൽ മടക്കിയത്, ദൈവത്തെ ആരാധിച്ചത്. കൈയടിക്കാൻ പറ്റത്തില്ല, അവ കാല് ചലിപ്പിക്കാൻ പറ്റത്തില്ല, ആകെ ചലിപ്പിക്കാൻ പറ്റുന്ന അധരങ്ങളായിരുന്നു. അധരങ്ങൾ കൊണ്ടവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഹല്ലേലൂയ, ബിസിനസ് അകത്തില്ലാത്ത അപ്പോസ്തലന്മാരുടെ മടിവിലേക്ക് സ്വർഗം ഇറങ്ങി വന്നു. ലാഭം നോക്കരുത്. എന്തുകൊണ്ടാ ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് കണക്ക് പറയുന്നേ? ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് എന്തുകൊണ്ടാ കണക്ക് പറയുന്നേ? അരിമത്യാക്കാനെ യോസഫിന് വല്ലോ അറിയായിരുന്നോ ഈ കല്ലറ ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള കല്ലറയാകുമെന്ന്? അങ്ങനെ ചിന്തിച്ചാണ് കല്ലറ വിട്ടുകൊടുത്തത്. ഒരു കാര്യം വെച്ചാൽ പുള്ളിക്കുറപ്പായിരുന്നു, ഈ കല്ലറ കൊടുക്കുന്നതോടുകൂടെ എന്റെ മന്ത്രിസ്ഥാനം പോവും, മന്ത്രിസ്ഥാനം പോവും, കുടുംബത്തിൽ എഴുതി തള്ളും. കാര്യം മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല, ആ ശാപഗ്രസ്തമായ ബോഡിയാ കൊണ്ടുവച്ചേക്കുന്നത്. നാട്ടുകാർ വെറുതെ ഇരിക്കുവോ? യഹൂദന്മാർ വെറുതെ ഇരിക്കുവോ? അപ്പൊ പോകുമെന്നുള്ള വെളിപ്പാടല്ല പുള്ളി അത് ചെയ്തേ. രക്തത്താൽ ജയമെടുക്കുകയാണ് പറഞ്ഞത്. മനസ്സിലാക്കുന്നുണ്ടോ? അതിനകത്ത് ഈ അരിമത്യാക്കാലെ യോസഫ് കർത്താവിന് വേണ്ടി കൊടുത്ത കല്ലറയുടെ പ്രത്യേകത കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അവിടെ എഴുതി വെച്ചിരിക്കുന്ന പുതിയ കല്ലറ വെച്ചിട്ടുണ്ടോ? എന്നാ കല്ലറയാ? നമ്മളത് എന്തായാലും ശപിക്കപ്പെട്ട കർത്താവിന് കൊടുക്കുക. ഉള്ളതിൽ പല്ല് കൊഴിഞ്ഞ സ്വത്രം പറഞ്ഞാട്ടെ കവിളൊട്ടി ഒരു കല്ലറ കൊടുക്കാമെന്നല്ല അരിമത്യാക്കാലെ യോസഫ് ചിന്തിച്ചത്. പിന്നെ കേട്ടെ, പറ, കരമുയർത്തി രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറയുക, പാസ്റ്റേ എന്റെ മോളെ ഈ ഒരു കോഴ്സിന് ഞാൻ വിടുകയാണ്, അഡ്മിഷൻ എടുക്കുകയാണ്. സ്തോത്രം. ഒരു വർഷം അവൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം. ഇന്ത്യൻ മിലിറ്ററിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഭാഗമാണ്. ഒരു വർഷം നോക്കാം പാസ്റ്റേ, നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അവളെ നല്ലൊരു ബൈബിൾ കോളേജ് പാസ് വിടണമെന്ന്. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ? നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അവളെ നല്ലൊരു ബൈബിൾ കോളേജിൽ വിടണമെന്ന്. രക്തത്താൽ ജയമെടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന ദൈവമക്കൾ ഈ ദൂതന്റെ ആധികാരികത തിരിച്ചറിഞ്ഞ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവ പണിയപ്പെടാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. അരിമത്യാക്കാലെ യോസഫ് കൊടുത്തത് പുതിയ കല്ലറയാണ്. പുതിയ കല്ലറയാ കൊടുത്തേ. അവ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ലാഭചിന്ത അകത്തുണ്ടായിരുന്നെങ്കിൽ പുതിയ കല്ലറ, ആമേ സ്തോത്രം, അങ്ങനെ കൊടുത്തതല്ല. പുതിയ കല്ലറ കർത്താവിനുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിനകത്ത് കൊടുത്തതാ പുതിയ കല്ലറ. അങ്ങനെ കൊടുത്ത അരിമത്യാക്കാനെ യോസഫേ, നിന്നെ മറക്കുമെന്ന് നീ ചിന്തിക്കണ്ട. ലോകമുള്ളിടത്തോളം കാലം ഒരു കല്ലറയും അറിയപ്പെട്ടില്ലെങ്കിലും ഈ കല്ലറ അറിയപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക. അപ്പോൾ അബ്രഹാം കഴിച്ച യാഗത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ യാഗവസ്തുവായിരുന്നു. സ്തോത്രം. അവൻ ഒന്നിലധികം ഇല്ലാത്ത ഒന്നിനെ ദൈവത്തിന് വേണ്ടി യാഗമാക്കുവാൻ അവൻ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അവൻ തന്നിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതിനെ ദൈവത്തിന് വേണ്ടി യാഗമാക്കാൻ അബ്രഹാം പറഞ്ഞപ്പോൾ ആ വിലപ്പെട്ടതിനെ, സ്വത്രം പറഞ്ഞാട്ടെ,
ഞാൻ ഇന്ന് രാത്രി വിടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കണം. വിലപ്പെട്ട ആരോഗ്യം, വിലപ്പെട്ട സമയം. അല്ലാതെ ജോലിയിൽ പോയി വേലയിൽ പോയി ഒരു പണി ഇല്ലാതെ വരുമ്പോൾ ഇരിക്കുന്ന സ്ഥലമല്ല ഉപവാസ പ്രാർത്ഥന. ഓത്രം പറഞ്ഞാട്ടെ, കേട്ടോ ഈ പറഞ്ഞേ, ജോലിയൊന്നുമില്ല പോയി, അപ്പോഴാ ചർച്ചിൽ എന്തോ നടക്കുന്നത്, ഉപവാസ പ്രാർത്ഥന. എന്നാ പിന്നെ കയറി ഇരുതേക്കാം. എന്നെ കൂടെ ഉണ്ടോ നിങ്ങൾ? എറണാകുളത്തുനിന്ന് ഒരു ഭാര്യയും ഭർത്താവ് ചെറുപ്പക്കാരാണ്, എല്ലാ വർഷവും ഉപവസിക്കാൻ എറണാകുളത്ത് അവർ കടന്നു വരും. ആ സഹോദരൻ IT മേഖലയിൽ ഏറ്റവും നല്ല പൊസിഷൻ ഇരിക്കുന്ന സഹോദരനാണ്. സ്തോത്രം. എല്ലാ പ്രാവശ്യം ഞങ്ങളുടെ 21 ഇരിക്കും. ആ സ്തോത്രം. എങ്ങനെയാ 21 ഇരിക്കുന്നത്? ലീവ് എടുത്ത്. സ്തോത്രം പറ. സൗദി അറേബ്യയിൽ നിന്ന് എല്ലാ വർഷവും ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഓർണാപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ഈ വർഷം യുദ്ധമായതുകൊണ്ട് വന്നില്ല. അവരെങ്ങനെയാ വരുന്നത്? ലീവ് എടുത്ത്. സ്തോത്രം പറ. മനസ്സിലാകുന്നുണ്ടോ? ലീവ് എടുത്തിട്ട് പിക്നിക്കിന് പോയെന്നല്ല, ടൂറിന് പോയതല്ല, ലീവ് എടുത്തിട്ട് വന്നിരുന്നു ഉപവസിച്ചെന്ന്. രക്തത്താൽ ജയമെടുക്കുക. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് അവരോട് നിങ്ങൾ ചോദിക്കണം. ഒരിക്കലും ജീവിതത്തിനകത്ത് നടക്കുമെന്ന് ആമ ചിന്തിക്കാത്ത മേഖലയിൽ ദൈവത്തിന്റെ അസാധാരണമായ വിടുതലുകൾ സ്വർഗം അവിടെയൊക്കെ ലൈഫിനകത്ത് പകർന്നത്. കുഞ്ഞെ, എല്ലാം മാറ്റിവെച്ചിട്ട് കൊടുക്കുന്ന സമയമല്ല ദൈവത്തിന് വേണ്ടിയവ. എല്ലാം മാറ്റിവെച്ചിട്ട് കൊടുക്കുന്ന സമയമാ ദൈവത്തിന് വേണ്ടിയവ. എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സമയം ദൈവത്തിന് കൊടുക്കാമെന്നല്ല. Praise the Lord. Hallelujah. എന്തുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തത്? പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തത് എന്താ? 4 യാമമാ. 4ാമത്തെ യാമം, അവസാനത്തെ യാമം. ആ യാമത്തിലാണ് ഉറക്കത്തിന് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത്. ആ 4 മണിയുള്ള സമയം, അല്ലെ 3 മണിയുള്ള സമയം, 3 മുതൽ 6 വരെ അല്ലയോ 4ാം യാമം, റൈറ്റ്? 3 മുതൽ 6 വരെ. ആ സമയമാണ് ഉറക്കത്തിന് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വില കൊടുപ്പാ. രക്തത്താൽ ജയമെടുക്കുക. എത്ര തലമുറകൾ ആ സമയത്ത് എഴുന്നേൽക്കും? അവർ കിടക്കുന്നതേ 2 മണിക്ക് മൊബൈൽ തോണ്ടിയിട്ട്. പിന്നെങ്ങനെ അവൻ 4 മണിക്ക് എഴുന്നേൽക്കത്തില്ല. അത് സാധിക്കത്തില്ല. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? തണുപ്പും കൂടെ ആയാൽ പിന്നെ പറയുകയും വേണ്ട. ഒരു ബ്ലാങ്കറ്റ് കൂടെ കിട്ടിയാൽ പിന്നെ പറയുകയും വേണ്ട. മുറി AC ആയാൽ പിന്നെ പറയുകയും വേണ്ട. പറഞ്ഞത് മനസ്സിലാകുന്നോ? അങ്ങനെ വില കൊടുത്ത് മുട്ടയിലിരുന്ന് നോക്ക്. അന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് നീ അനുഭവിക്കാത്ത ദൈവകൃപ അനുഭവിക്കപ്പെടും. ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ ദൂത് പറയുകയാണ്. ചുമ്മാതൊരു ദൈവപ്രവൃത്തിയല്ല അബ്രഹാമിന് വേണ്ടി വെളിപ്പെട്ടത്. ഇന്ന് തലയെടുപ്പോട് വിളിക്കുന്ന ശലോമോനെ ആലയത്തിന്റെ പിന്നിൽ ചരിത്രമുണ്ട്. എന്താണെന്ന് അറിയാമോ? വിലപ്പെട്ടതിനെ, വാല്യുബിൾ ആയിട്ടുള്ളതിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ. ഇതായിരുന്നു 1ാമത്തെ ദൈവശബ്ദം. 2ാമത്തെ ദൈവശബ്ദം എന്ന് പറയുന്നത്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഈ യാഗം നടത്തേണ്ടത് ഞാൻ കാണിക്കാനിരിക്കുന്ന ആ സ്ഥലത്താണ്. മോറിയ മലയിൽ ഒരു ദേശത്ത്, ഒരു സ്ഥലത്ത് നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ഏകദേശം 3 ദിവസങ്ങളാണ് അബ്രഹാമിന് ആ യാഗത്തിനുള്ള യാത്രയ്ക്ക് വേണ്ടി എടുക്കേണ്ടി വന്നത്. 3 days ആണ്, 3 ദിവസമാണ്. സ്തോത്രം. ഈ 3 ദിവസത്തെ യാത്ര അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഒട്ടും മറക്കാൻ പറ്റാത്ത യാത്രയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ 75ാമത്തെ വയസ്സ് മുതൽ 175ാമത്തെ വയസ്സ് വരെ നീണ്ട 100 വർഷങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് യാത്രകൾ അബ്രഹാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും പെയിൻഫുള്ളായ, ഇത്രയും വെല്ലുവിളി നിറഞ്ഞ ഒരു യാത്ര അബ്രഹാം ചെയ്തിട്ടില്ല. അതാണ് ഈ 3 days യാഗം കഴിക്കാനുള്ള അബ്രഹാമിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആ ബോധ്യങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം ചെയ്തിട്ടുള്ള ചില യാത്രകൾ ഞാനൊന്ന് പറഞ്ഞു വിടാം. 1ാമത്തെ യാത്ര 75ാമത്തെ വയസ്സിലാണ് ആരംഭിക്കുന്നത്. അത് ഊരിൽ നിന്നുള്ള യാത്രയാണ്. എവിടെ നിന്നാ? ഊരിൽ നിന്നുള്ള യാത്രയാണ്.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലല്ല അബ്രഹാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത്, നമുക്കറിയാം. 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് അബ്രഹാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഈ ഊരിൽ നിന്നുള്ള യാത്രയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, സ്തോത്രം, അബ്രഹാം ഇപ്പോൾ ഒരു സഹയാത്രികനായി കൂടെ പോകുന്നതേ ഉള്ളൂ. ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാ? അപ്പനായ തേരഹാണ് ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. 11-31-32 വാക്യങ്ങൾ 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കത് കാണാം. സ്തോത്രം, തേരഹാണ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ ലോത്ത് തൻ്റെ പൗത്രനായ ലോത്തിനെ തൻ്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ സാറയൊക്കെ കൂട്ടിക്കൊണ്ട് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് എന്ത് ചെയ്യുക? പുറപ്പെടുക. നല്ലൊരു ആമേൻ പറഞ്ഞാട്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ ചെയ്ത ആദ്യത്തെ യാത്ര അപ്പനായ തേരഹ് നേതൃത്വം കൊടുക്കുന്ന ആ യാത്രയിൽ സഹയാത്രികനായിട്ട് അബ്രഹാമും തേരഹിന്റെ കൂടെ പോവുകയാണ്. സ്തോത്രം. ഇപ്പൊ തേരഹാണ് ആ യാത്രയുടെ മുമ്പിൽ നിൽക്കുന്നത്. തേരഹിനാണ് റെസ്പോൺസിബിലിറ്റി, തേരഹിനാണ് ഉത്തരവാദിത്തങ്ങൾ മൊത്തമുള്ളത്. സ്തോത്രം. അബ്രഹാം കൂടെ പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ യാത്ര എവിടെ വെച്ച് അവസാനിച്ചു? പറഞ്ഞാട്ടെ, വചനം അറിയാവുന്നവര്. ഈ യാത്ര ഹാരാനിലെത്തിയപ്പോൾ ഈ യാത്ര അവസാനിക്കുക. ഹാരാനിലെത്തിയപ്പോൾ തേരഹ് ഹാരാനിൽ വെച്ച് എന്ത് ചെയ്യുക? മരിച്ചു. അവിടെ വെച്ച് ഈ യാത്ര അവസാനിച്ചു. ഞാൻ ചില വെളിപ്പാടുകൾ കർത്താവ് പറഞ്ഞത് പറയാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ കയറി വരുന്നത്. ശ്രദ്ധിക്കണം. പക്ഷേ അടുത്ത യാത്ര അബ്രഹാമിനെ ആരംഭിക്കുന്നത് ഹാരാനിൽ നിന്നാണ്. അതാണ് 12-ാം അധ്യായ 1-ാം വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നത്. അബ്രഹാമിനോട് അരുളി ചെയ്ത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നോട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ യാത്ര സഹയാത്രികനായി കൂടെ പുറപ്പെട്ട യാത്രയാ, ഊരിൽ നിന്നുള്ള യാത്ര. പക്ഷെ അബ്രഹാമിന്റെ രണ്ടാമത്തെ യാത്ര സഹയാത്രികനായി കൂടെ പോകുന്ന യാത്രയല്ല. അപ്പൻ കൊടുത്ത നേതൃത്വം മുമ്പിൽ നിന്ന് ആ യാത്രയെ നയിച്ച് അപ്പന് എത്തിക്കാൻ പറ്റാത്തടത്ത് അവൻ കൂടെ വന്നവരെയും തന്നെയും എത്തിക്കാനുള്ള ഒരു യാത്രയായിരുന്നു അബ്രഹാമിന് മേൽ വെളിപ്പെട്ട രണ്ടാമത്തെ യാത്ര. സ്തോത്രം. ബ്ലോക്കായി പോയത്, ഇനി നടക്കത്തില്ലെന്ന് ചിന്തിച്ചത്, ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച ആ യാത്രയെ പിന്നെ മുന്നോട്ട് നയിക്കാൻ അബ്രഹാമിന്റെ മേൽ ദൈവത്തിന് വിശേഷമായൊരു കൃപതയും വെളിപ്പെടുത്തി. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് അവൻ മുറിയിൽ ഇരുന്ന് സ്തോത്രം പറയുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇങ്ങനെയായിരുന്നു, അവൻ പിതാക്കന്മാരുടെ കാലത്ത് തുടങ്ങി വെച്ച പലതും എവിടൊക്കെയോ ബ്ലോക്കായി പോയത് അത് വീണ്ടും മുൻപോട്ട് നയിക്കത്തക്ക രീതിയിൽ ഈ തലമുറയിൽ ദൈവത്തിന് ചിലരെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ അവൻ പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വലിയ ദർശനത്തോടെ ആരംഭിക്കപ്പെട്ടത്, വലിയ വെളിപ്പാടോടെ ആരംഭിക്കപ്പെട്ടത്, പക്ഷെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ പറ്റാതെ, പൂർത്തീകരിപ്പിക്കാൻ പറ്റാതെ വഴിയിൽ വെച്ച് ബ്ലോക്കായി പോയവനെ വീണ്ടും നിന്നിലൂടെ തുടരാൻ, നിന്നിലൂടെ തുടങ്ങാൻ, നിന്നിലൂടെ ആരംഭിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ നിങ്ങൾ, ഇങ്ങനൊരു സാഹചര്യം തേരഹിനോടുള്ള ബന്ധത്തിൽ ഹാരാനിൽ എത്തുമ്പോൾ സംഭവിക്കുമെന്ന് ദൈവം മുൻകൂട്ടി കണ്ടിട്ടാകാം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു. എന്താ പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? അറിയാവുന്ന ഭാഗമാ. യെസ്. ഒരാമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? അബ്രഹാമിന് ദൈവത്തിന്റെ ഇടപെടിയിൽ എൻകൗണ്ടർ ഉണ്ടായത്,
ദൈവത്തിന്റെ പ്രത്യക്ഷത അബ്രഹാമിന് ഉണ്ടായത് തേരഹ് മരിച്ചപ്പോഴല്ല, ഹാരാനിൽ എത്തിയപ്പോഴല്ല, പിന്നെ എവിടാ? ഉറക്കെ പറ. മെസ്സപ്പത്തോമിയയിൽ, ഊരിൽ മെസ്സപ്പത്തോമിയയിൽ എന്ന് പറഞ്ഞാൽ ഈ യാത്രയുടെ തുടക്കം എവിടുന്ന? പറ 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 പറ. ഈ യാത്രയുടെ തുടക്കം എവിടുന്ന? മെസ്സപ്പത്തോമിയിൽ നിന്നല്ലേ ഈ യാത്രയുടെ തുടക്കം? കൽദയ പട്ടണമായ ഊരിൽ നിന്നല്ലേ ഈ യാത്രയുടെ തുടക്കം? മെസ്സപ്പത്തോമിയിൽ ഇരിക്കുമ്പോൾ തന്നെ അബ്രാമിന് ഒരു എൻകൗണ്ടർ ഉണ്ടായി. സ്തോത്രം. തേജസ്സിൽ അബ്രാമിന് ദൈവം പ്രത്യക്ഷനായി. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എന്റെ ഉള്ളം കത്തി. എന്താ കാര്യമെന്നറിയാമോ? സ്തോത്രം. ദൈവത്തിന് അറിയാം അവൻ തേരഹ് നേതൃത്വം കൊടുക്കുന്ന യാത്ര ഒത്തിരി പോകത്തില്ല. ഹാരാനിൽ എത്തുമ്പോൾ ആ യാത്രക്കൊരു ബ്ലോക്ക് വരും. അവിടെ നിന്ന് ആ യാത്ര തുടരാൻ ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള ഒരു ഇടപെടൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ മെസ്സപ്പൊത്യോമിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് കൈമാറിയിരുന്നു. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. തേരഹ് മരിച്ചു. ആര് മരിച്ചു? തേരഹ് മരിച്ചപ്പോ ഒരു മകൻ എന്ന നിലയിൽ അബ്രഹാമിന് വേദന ഉണ്ടായി, നിശ്ചയം, ഒരു മകൻ എന്ന നിലയിൽ. പക്ഷേ ഈ യാത്രയുടെ മുൻപോട്ടുള്ള ഗമനത്തോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന് ഒരു കൂസലുമില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അബ്രഹാം പറയും, എടാ തേരഹ് മരിച്ചെങ്കിലും അവ ഇറങ്ങിത്തിരിക്കാൻ ദൂത് നൽകിയ തേജോമനായ ദൈവം മരിച്ചിട്ടില്ല. ആ ദൈവത്തെ കണ്ടിട്ട് ദൈവം എന്നെ കൂടെ ഇറക്കിയത്. ചിലത് മുൻകൂട്ടി ദൈവം നിന്നെ അവ കാണിക്കുന്നതും ദൈവം നിനക്ക് കൃപ പകരുന്നതും ദൈവം നിനക്ക് ബലം തരുന്നതും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ മുഖാമുഖമായി സംസാരിച്ചിട്ടുള്ള എല്ലാവർക്കും അതിൽ നിന്ന് ലഭിക്കുന്നൊരു ബലമുണ്ട്. നമ്മളൊക്കെ അവസാനം ആരാധന അനന്തരം പറഞ്ഞു വിടുമ്പോൾ അവൻ പറഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ്, ഈ ബലത്തോടെ പോക. ഗിദെയോനോട് പറഞ്ഞ വാക്ക, ഈ ബലത്തോടെ പോക. ഏത് ബലമാണെന്ന് ചോദിച്ചാൽ തൊട്ടു മുകളിൽ എഴുതിയിട്ടുണ്ട്, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഈ ബലത്തോടെ പോക. പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ല? യഹോവ നിന്നോട് കൂടെയുണ്ട്, ഈ ബലത്തോടെ പോക എന്ന് പറഞ്ഞാൽ ദൈവം കൂടിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു ബലമുണ്ട്. ദൈവം സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ബലമുണ്ട്. ദൈവം നോക്കുമ്പോൾ കിട്ടുന്നൊരു ബലമുണ്ട്. ദൈവം കൈവയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ബലമുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു മെസ്സപ്പൊത്തോമിയിൽ വെച്ച് തന്നെ അബ്രഹാമിന്റെ മേൽ ദൈവം മുൻകൂട്ടി, സ്തോത്രം, ദൈവം അബ്രഹാമിനെ ബലപ്പെടുത്തി. ദൂത് മനസ്സിലായോ? സ്തോത്രം. അന്നൊരു വിഷയവും അബ്രഹാമിനില്ല, അന്നൊരു പ്രതിസന്ധിയില്ല. പക്ഷെ മുൻകൂട്ടി ദൈവം നിന്നെ ബലപ്പെടുത്തുന്നത് വരാൻ പോകുന്ന ചിലതിനെ ജയിക്കാൻ. മനസ്സിലായവരുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു. നിന്റെ മുമ്പിൽ എന്തൊക്കെ വരുമെന്നും നിനക്കറിയത്തില്ല. അടുത്ത മണിക്കൂറിൽ നീ എന്താ നേരിടാൻ പോകുന്നത് നിനക്കറിയത്തില്ല. അടുത്ത വർഷം എന്താ നീ നേരിടാൻ പോകുന്നത് നിനക്കറിയത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനയുടെ റിസൾട്ട് ഇന്നായിരിക്കത്തില്ല, ഈ ആഴ്ചയിലായിരിക്കത്തില്ല, ഈ വർഷമായിരിക്കത്തില്ല. അതിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. മനസ്സിലായോ? ഇന്ന് ദൈവം നിന്നെ ഉപവസിപ്പിച്ചതും 7 ദിവസം ഉപവസിക്കാൻ അഭിഷക്തിന് നിയോഗം കൊടുത്തതും പ്രാർത്ഥനയ്ക്ക് എല്ലാവരും വരണമെന്ന് ദൈവാത്മാവ് ആഹ്വാനം തന്നതും ഇന്നത്തേന് വേണ്ടി ആയിരിക്കത്തില്ല. നാളുകളിൽ നിന്റെ മുമ്പിൽ ഹാരാൻ വരും. ഒരു ഉഷ്ണ മരുഭൂമി നിരുവൽ വെളിപ്പെട്ടു വരും. നിന്റെ പ്രതീക്ഷകളൊക്കെ അവിടെ വെച്ച് അവസാനിക്കുന്ന സാഹചര്യങ്ങൾ വരും. അവിടെ പതറിപ്പോകാതിരിക്കാൻ, അവിടെ തോറ്റുപോകാതിരിക്കാൻ, എത്തേണ്ടടത്ത് എത്താൻ, എത്തിക്കേണ്ടടത്ത് കൂടെ ഉള്ളവരെ എത്തിക്കാനുള്ളൊരു വലിയ ഉത്തരവാദിത്വത്തിന്റെ നിയോഗം നീ ഏറ്റെടുക്കാൻ വേണ്ടിയായിരിക്കാം. സ്വർഗം നിന്നെ മുൻകൂട്ടി ചിലത് പ്രാപിക്കാൻ, മുൻകൂട്ടി ചിലത് ഏറ്റെടുക്കാൻ ദൈവം നിനക്ക് അവസരം തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹാരാനിൽ എത്തിക്കഴിഞ്ഞിട്ടാണ്
ഈ എൻകൗണ്ടർ എങ്കിൽ അത്ര ഈസി അല്ലത്. അതിന് ദൈവം മുൻകൂട്ടി അബ്രഹാമിനെ ബലപ്പെടുത്തുന്ന ഒരു ഇടപെടിയിലാണ് മെസൊപ്പൊത്താമ്യയിൽ വെച്ച് നടന്നത്. കാരണം തമ്പുരാൻ അറിയാം, എടാ തേരഹേ, ഈ യാത്ര എവിടം വരെ ഉണ്ട്, പക്ഷേ തുടങ്ങിയ തുടക്കത്തെ പൂർത്തീകരിപ്പിക്കാൻ ഇതിനകത്ത് ഞാൻ ഒരുവനെ നിറച്ചിട്ടുണ്ട്. പതറിപ്പോകാതിരിക്കാൻ, പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ, ഉറപ്പോടെ നിൽക്കാൻ ദൈവം ചെയ്യുന്ന ക്രമീകരണങ്ങളെ ഓർത്ത് അവ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. രണ്ടാമത്തെ യാത്ര എന്ന് പറയുന്നത് ഹാരാരിൽ നിന്നുള്ള യാത്രയാണ്. മൂന്നാമത്തെ യാത്ര എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 12:10 കനാനിലെത്തിയ അബ്രഹാമിനെ ഈജിപ്തിലേക്ക് താൻ ചെയ്ത യാത്രയാണ് മൂന്നാമത്തെ യാത്ര. ഈജിപ്തിലേക്ക് താൻ ചെയ്ത യാത്ര, മിസ്രൈമിലേക്ക് താൻ ചെയ്ത യാത്ര. എന്തിനാണ് മിസ്രൈമിലേക്ക് താൻ യാത്ര ചെയ്തത്? ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ, ക്ഷാമം അതികഠിനമായപ്പോൾ അബ്രഹാം മിസ്രൈമിലേക്ക് പാർക്കാൻ പോയി. നിങ്ങൾ ആ 8ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. അബ്രഹാമിന്റെ ഒരാത്മീക ബോധ്യം അവിടെ കിട്ടും. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറു ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം, കൂടാരം അടിച്ചു, യാഗപീഠം പണിതു. സ്തോത്രം. അപ്പോൾ കൂടാരത്തെക്കാളും യാഗപീഠത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു മനുഷ്യനാണ് അബ്രഹാം. നമുക്കറിയാം, അത്ര കാഴ്ചപ്പാടോടെ നിന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച സ്ഥലത്തെത്തിയപ്പോൾ എന്തുണ്ടായെന്ന്? ക്ഷേമമുണ്ടായെന്ന്. ഇന്ന് രാത്രി ദൂത് കേൾക്കണേ. ആത്മീക കാഴ്ചപ്പാടോടുകൂടെ കൂടാരമടിച്ച് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച അബ്രഹാമിന് ആ ആരാധിച്ച സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു ക്ഷാമം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ആ ആരാധനയുടെ ഒരു വിടുതലായിരുന്നു ആ ക്ഷാമം. എന്താ ആരാധനയുടെ വിടുതല ആ ക്ഷാമം എന്ന് പറയാൻ കാരണം? അത് അബ്രഹാമിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മിസ്രൈമിലേക്ക് പോയത്. എന്താ കാരണം? അതിന്റെ 5ാമത്തെ വാക്യം വായിച്ചേ. 5ാമത്തെ വാക്യം, 12-5 വാക്യം. ആ മതി, ശ്രദ്ധിച്ചോ, മതി. അബ്രഹാം കനാൻ ദേശത്തിൽ എത്തിയപ്പോ നിങ്ങൾ ആ വാക്ക് കണ്ടോ? സ്തോത്രം. അവൻ തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഉണ്ടാക്കിയ, അത് കൂടെ വന്നേ, എന്തോ തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്ത് എവിടെ നിന്ന് പറഞ്ഞാട്ടെ? കുടുംബത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, കുടുംബദേശത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തോട് കൂടാണ് ഇവരിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്? ഉറക്കെ പറ. കനാൻ ദേശത്തില് എത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒറ്റയ്ക്കല്ല ഇവർ പുറപ്പെട്ടെ. ഇവർ ഉണ്ടാക്കിയ, നേടിയെടുത്ത സമ്പത്ത് ഇവിടെ കൂടുണ്ട്. അതെന്തുമായിക്കോട്ടെ ആ സമ്പത്ത്, വെള്ളിയായിരിക്കാം, പൊന്നായിരിക്കാം, മൃഗസമ്പത്തായിരിക്കാം, എല്ലാം ഇവിടെ കൂടെ ഉണ്ട്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം അബ്രഹാമിനെ വിളിച്ചത് അനുഗ്രഹിക്കാൻ വേണ്ടിയാ, അല്ലേ? ആത്മീയ അനുഗ്രഹം മാത്രമല്ല, എല്ലാ നിലയിലും അനുഗ്രഹിക്കാനാ ദൈവം അബ്രഹാമിനെ വിളിച്ചേ. സ്തോത്രം. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ അവൻ ആരും പറയാൻ പാടില്ല. എന്തോ പറയാൻ പാടില്ല? അവൻ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാ വന്നേ, അതിന്റെ കൂടെ പ്ലസ് ചേർത്ത് ദൈവം അനുഗ്രഹിച്ചതാ എന്നാരും പറയാൻ പാടില്ല. സ്തോത്രം. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ദൈവത്തിനായിരിക്കണം. പൂർണ്ണ ക്രെഡിറ്റ് ദൈവത്തിനാണെങ്കിൽ താൻ ഉണ്ടാക്കിയതെല്ലാം പോണം. മനസ്സിലായില്ല? താൻ ഉണ്ടാക്കിയതെല്ലാം കരം ഉയർത്തി സ്വോത്രം ചെയ്തേ. സ്വോത്രം. അച്ഛാ ഒന്ന് ശ്രദ്ധിക്കേ, സഹോദരന്മാർക്കൊന്ന് ശ്രദ്ധിച്ചേ. താൻ ഉണ്ടാക്കിയതെല്ലാം, അല്ലെങ്കിൽ എന്നും ഒരു കൊമ്പ് പറഞ്ഞേ. അതാ ഈ വഴക്കുണ്ടാകുമ്പോൾ ഇടക്കിടയ്ക്ക് കയറി വരുന്നേ. ഞാൻ കഷ്ടപ്പെട്ടതാ, ഞാൻ അധ്വാനിച്ചതാ, നിനക്കൊന്നും അറിയത്തില്ല. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നേ? സ്വോത്രം. പാസ് ഇപ്പൊ 2-3 വർഷമായിട്ട് വന്നതല്ലേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി എത്ര
എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 2-3 വർഷമായിട്ട് വന്ന പാസ്റ്റർക്ക് എന്താ അധികാരം? ഞങ്ങളൊക്കെ എന്നാ വില കൊടുത്ത ഈ സഭ ഇത്രയും? എൻ്റെ കൂടെ വരുന്നില്ലല്ലോ. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യമാണ് ഞാനങ്ങ് വിശ്വസിക്കും, ഉറയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ദൂത് കയറി വരുമ്പോഴെങ്കിലും കുത്തുകൊണ്ടാലും സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. തെറ്റിദ്ധാരണ വരുത്തില്ല. സ്വോത്രം പറഞ്ഞാട്ടെ. തമ്പുരാനൊന്നും തെറ്റത്തില്ല. കരമുയർത്തി നിന്റെ മനോഭാവത്തെ ദൈവം വിവേചിക്കുന്ന രാത്രിയാ. സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. രാത്രി ശ്രദ്ധിച്ചോ, ആ കൊമ്പ് എപ്പോഴും ഉയർന്നിരിക്കും. അല്ലെ നാട്ടുകാര് പറയും ദൈവം അനുഗ്രഹിച്ചെന്നൊന്നും പറയാനില്ല. അവൻ അവിടുന്ന് പുറപ്പെട്ടു വന്നപ്പോഴേ കോടീശ്വരനായിരുന്നു. അവൻ ഈ പേര് ദോഷം കേൾക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തറിയാമോ? അവൻ കനാലിലെത്തിയ അബ്രഹാമിന്റെ ആരാധനയ്ക്കകത്ത് ദൈവം അയച്ച ഒന്നാമത്തെ വിടുതൽ അവിടുന്ന് ഉണ്ടാക്കിയവെല്ലാം ദൈവം പൊട്ടിച്ചിട്ട് അവനെ സീറോയാക്കി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുകയാണ്. ഇന്ന് രാത്രിയിൽ 100 കണക്കിന് അനുഭവമുണ്ട്. ദൈവം ഒരാളെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ദൈവം ചെയ്യുന്ന ഒന്നാമത്തെ പദ്ധതി അവനെ ഒന്നുമല്ലാതാക്കും. മിസ്രൈമിലെ സകല വിദ്യ അഭ്യസിച്ച് സകല ജ്ഞാനവും അഭ്യസിച്ച മോശ അല്ലേ? ഏത് കായിക അഭ്യാസമാ മോശയ്ക്ക് അറിയാത്ത? മർമ്മത്തടിക്കാൻ മോശയെ പോലെ അറിയാതെ വേറൊരാള്? മനസ്സിലായില്ല അല്ലേ? മർമ്മത്തടിക്കാൻ മോശയെ പോലെ അറിയാതെ വേറൊരാള് ഇല്ല. അതുപോലുള്ള പരിപാടി പുള്ളിക്കറിയാം. സ്തോത്രം. ഇന്ന് നമുക്കറിയാം, ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ത് ചെയ്യുന്നേ? പറഞ്ഞാട്ടെ. മരണപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഭാരം വർദ്ധിക്കും. അതുകൊണ്ടാണ് അവൻ ജീവനോടിരിക്കുമ്പോൾ ഒരാൾക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 4, 5, 6 പേര് പിടിച്ചാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, താങ്ങത്തില്ല. പക്ഷെ ഈ മനുഷ്യൻ മർമ്മത്തടിച്ച് ഒറ്റയടിക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് അവ ശവസംസ്കാര ശുശ്രൂഷ എടുത്തൊരു മനുഷ്യനാ മോശ. അത്ര കായിക അഭ്യാസം കയ്യിലുള്ള ഈ മനുഷ്യനെ അവ ഇസ്രായേൽ ജനത്തിന് വീണ്ടെടുപ്പുകാരുടെ ശുശ്രൂഷ കൊടുത്താലുള്ള സ്ഥിതി എന്തായിരിക്കും? എല്ലാ ദിവസവും ഫ്യൂണറൽ സർവീസ് ഇഷ്ടം പോലെ സഭയിൽ നടക്കും. ഒന്നാമത് അവൻ സ്തോത്രം കൂടുള്ള ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ അവൻ ചൊറിയുള്ള ജനമാ. ചൊറി എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ചൊറിയല്ല, വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജനമാ. സ്തോത്രം. എന്ത് ചെറിയ കാര്യം വന്നാലും മോശയ്ക്ക് നേരെ പിറുപിറുക്കുന്ന ജനമാ. അങ്ങനൊരു ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനായി ശുശ്രൂഷകനായി മോശയെ ദൈവം നേരിട്ട് നിർത്തിയായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഇവന്മാരെയൊക്കെ മോശ തട്ടിത്തകർത്ത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ശവസംസ്കാര ശുശ്രൂഷ കൂട്ടമായി കത്തിക്കുന്ന ശുശ്രൂഷ അവൻ മോശയ്ക്ക് ചെയ്യേണ്ടി വന്നേനെ. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തെന്നറിയാമോ? അഭിഷേകത്തിന് വലിയ നിറവ് ഈ മനുഷ്യന് കൊടുക്കുന്നതിന് മുമ്പ് അവനെ സീറോയാക്കി. എല്ലാ കൊമ്പും ഒടിച്ച് എല്ലാ അഹംഭാവവും പൊട്ടിച്ച്, ഒന്നുമല്ല ദൈവമേ, ഞാൻ പൊട്ടനാണ്, ഞാൻ വിക്കനാണ്, വാക്സാമർത്ഥ്യം ഇല്ലാത്തവനാണ്, അഹരോനെ അയക്കണേ എന്ന് പറയത്തക്ക രീതിയിൽ അവനെ ദൈവം താഴെ കൊണ്ടെത്തിച്ചു. ചില സീറോകൾ നിനക്ക് അനുഗ്രഹമാ, ചില സീറോകൾ നിനക്ക് അനുഗ്രഹമാ, ചില ശൂന്യതകൾ നിനക്ക് അനുഗ്രഹമാ, ചില തോൽവികൾ നിനക്ക് അനുഗ്രഹമാ, ചില പരാജയങ്ങൾ നിനക്ക് അനുഗ്രഹം. സ്തോത്രം. മോളെ കെട്ടിച്ച് വിട്ട് കഴിയുമ്പോ, മക്കളെ പഠിക്കാൻ വിട്ട് കഴിയുമ്പോ കൂടുതൽ അമ്മമാരുടെ പ്രാർത്ഥന എന്താണെന്നറിയോ? കർത്താവേ, കുഞ്ഞിനെ കൺമണി പോലെ പറ, ഒരു ദോഷവും ഒരു പൊടിമണ്ണു പോലും എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തിൽ വീഴില്ലെന്ന് പ്രാർത്ഥിച്ച് അന്ന് രാത്രി 11 മണിയായപ്പോ മോള് കരഞ്ഞോണ്ട് വിളിക്കുന്നു, മമ്മി, അമ്മായിമ്മ എൻ്റെ മേൽ കൈവച്ചു. അതിൻ്റെ പുറകെ അച്ചാച്ചനും കൈവച്ചു. സ്വോത്രം പറഞ്ഞാട്ടെ. അമ്മായിമ്മ കൈവച്ചു, അതിൻ്റെ പുറകെ അച്ചാച്ചനും കൈവച്ചു. എന്തുവായിരുന്നു നമ്മുടെ പ്രാർത്ഥന? കൺമണി പോലെ ഒരു പൊടിമണ്ണ് പോലും. സ്വോത്രം പറഞ്ഞാട്ടെ. എന്താ കാര്യം അറിയോ? നിന്റെ തലമുറയുടെ ചില കൊമ്പൊക്കെ ഒടിക്കാതെ ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ലെന്ന് അറിയാം. അതിന് പറ്റിയ വീട്ടിലാ കൊണ്ടിട്ടേക്കുന്നത്. സ്വോത്രം പറ. അതിന് പറ്റിയ വീട്ടിലാ കൊണ്ടിട്ടേക്കുന്നത്.
ഇവിടെ രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞോ പിള്ളേർക്ക് ഇവിടെ ഇല്ലല്ലോ, ആരോട് പറയാനാ? സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്ന് എഴുന്നേക്കടി മോളെ, ഒരു ചായ ഇട്ടതാടാ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ചെറുക്കാൻ ഒന്ന് എഴുന്നേക്കട, എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കട, പറ്റത്തില്ല. ഈ പറഞ്ഞ പുള്ളിക്കാരെയൊക്കെ തമ്പുരാൻ പഠിക്കുന്ന സ്ഥലത്തും കുടുംബജീവിതത്തിലും കൊണ്ടിട്ട് എല്ലാ കൂട്ടക്ഷരവും വരപ്പിക്കും. അത്ര അനുഭവം ഉള്ളവർക്കായി സ്വതന്ത്രം പറയുക. എല്ലാ കൂട്ടക്ഷരവും വരപ്പിക്കും. എന്തിനാണെന്നറിയോ? അത് ദൈവത്തിന്റെ പണിപുരശാലയാ. നമ്മളോടനെ ദൈവദാസന്മാരെ എല്ലാം വിളിച്ചു, പാഷേ ആ കല്യാണാലോചന വന്നപ്പോഴേ കൊട്ടാരക്കര എന്ന് പറഞ്ഞ ബിന്നി ജോൺ പാസ് പറഞ്ഞതാണ്, ചെന്ന് കയറുന്ന വീട്ടിൽ ശക്തമായ പോരാട്ടം. പോരാട്ടമൊന്നുമല്ല. നിന്റെ കൊച്ചിന് സാമ്പാർ വെക്കാൻ അറിയത്തില്ല, ചോറ് വാങ്ങി വെക്കാൻ അറിയത്തില്ല, മീൻ വറക്കാൻ അറിയത്തില്ല, കിച്ചൺ വൃത്തിയാക്കി സൂക്ഷിക്കാൻ അറിയത്തില്ല. സ്വതന്ത്രം പറഞ്ഞാട്ടെ, അതൊന്നും നീ പഠിപ്പിച്ചു വിട്ടില്ല. അതിന്റെ അനന്തരഫലമാ. സ്വതന്ത്രം പറ. സ്വതന്ത്രമൊക്കെ പോയി. അതിന്റെ അനന്തരഫലമാണ്. ഏത് പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് അഴിയത്തില്ല. അത് അഴിയണമെങ്കിൽ കൊച്ചു രാവിലെ എഴുന്നേൽക്കണം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ടല്ലേ നമ്മുടെ പിള്ളേര് ഇല്ലാത്ത ഭാഷ മൊത്തവും പഠിച്ചങ്ങ് പോകുക. കാര്യം അവർക്കൊന്നും നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല. അവർ ചിന്തിക്കുന്നത് ഇവിടുന്ന് രക്ഷപ്പെട്ട ചെല്ലുന്നത് സ്വർഗത്തിലേക്കാണ്. അവിടെ ജോലി സ്ഥലത്ത് നിന്നിട്ട് വരപ്പിക്കുമല്ലോ. ഇവിടെ പട പേടിച്ച് പന്തളത്തി എന്നപ്പം ചൂട്ടും കെട്ടി പടയെന്ന് പറയുന്ന പോലെ അമ്മായിമ്മയെ പേടിച്ച് ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിൽ ചെന്നപ്പം അവൻ ചെന്ന ജോലി സ്ഥലത്ത് കിട്ടിയ സൂപ്പർവൈസർ ഊക്കൻ സാധനമാണ്. ഒരു മനസാക്ഷി ഇല്ലാത്തൊരു സാധനം. സ്വതന്ത്രം പറയാം അങ്ങോട്ട്. ചുമ്മാതെ പറയല്ല, ആൾക്കാരെ പ്രാർത്ഥനാ വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. ആൾക്കാരെ പ്രാർത്ഥനാ വിഷയം അത് അത്രയും പോലും ഇല്ലായിരുന്നു അമ്മായിമ്മ. ശരിയെങ്കിലും മനസാക്ഷി. മറ്റേത് വല്ലോ മനസാക്ഷി ഉണ്ട്, വേറെ വല്ലോ രാജ്യക്കാരൻ എന്നോട് തന്നെ മനസാക്ഷി ഉണ്ടാകാനാ. ഇന്ത്യക്കാർ കേൾക്കുമ്പോൾ അവനെ പെരുവള്ളേ ജ്വലിച്ചു വരും. സ്തോത്രം പറഞ്ഞാട്ടെ. ഞങ്ങളുടെ എല്ലാം തിന്നാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നൊരു ചിന്തയാ അവർ വിദേശികൾക്ക് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറിഞ്ഞത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി ദൂത് തിരിച്ചറിഞ്ഞു. ഉപവാസ പ്രാർത്ഥന 4ാം രാത്രി ഞാൻ പറയുക, ചില ആരാധനയുടെ വിടുതൽ ഇങ്ങനെയാ. നിന്റെ കൊമ്പൊടിച്ചുകൊണ്ട് നിന്നെ 0 ലെവലിലാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാ അത് നിന്റെ തലമുറയ്ക്കൊരു അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക് ദൈവം എത്തിക്കാൻ വേണ്ടിയാണ്. ആ ബോധ്യമുള്ളവർക്കായി ഞാൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ യാത്രയാണ് ഈജിപ്തിലേക്കുള്ള യാത്ര. വിശദീകരിക്കുന്നില്ല. ഒത്തിരി ഭാഗങ്ങൾ അബ്രഹാം ബന്ധപ്പെട്ട് 175 വയസ്സ് വരെ അബ്രഹാം ചെയ്ത ഒരുപാട് യാത്രകളുണ്ട്. ലോത്തിൽ നിന്ന് വേർപെട്ടുള്ള യാത്ര, ലോത്തിനെ രക്ഷിക്കുവാൻ രാജാക്കന്മാരോട് രാജാക്കന്മാരുള്ള തൻ്റെ യുദ്ധയാത്ര, ഗരാറിലേക്കുള്ള യാത്ര, ഹെബ്രോൻ മക്ബേല ഗുഹയിലേക്കുള്ള അബ്രഹാമിൻ്റെ സാറയുടെ അടക്കവുമായി ബന്ധപ്പെട്ട അബ്രഹാമിൻ്റെ യാത്ര, ഇങ്ങനെ തുടങ്ങി അബ്രഹാമിൻ്റെ ലൈഫിനകത്ത് ഒട്ടനവധി യാത്രകൾ 175-ാമത്തെ വയസ്സ് വരെ അബ്രഹാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ, ഏകദേശം 112ഓളം വയസ്സുള്ള, ഏകദേശം 112-നും 120-നും അകത്ത് വയസ്സ് പ്രായമുള്ള അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് താൻ ചെയ്ത ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ മറ്റേത് യാത്രയെക്കാളും ഒത്തിരി സംഘർഷം നിറഞ്ഞൊരു യാത്രയായിരുന്നു. അബ്രഹാമിനോട് മോറിയ ദേശത്ത് ഞാൻ കൽപ്പിക്കുന്ന ഒരു മലയിൽ ചെന്ന് നിന്റെ മകനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കണമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ 3 ദിവസത്തെ യാത്ര. പ്രൈസ് ദി ലോർഡ്. ഈ യാത്രയിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ യാത്രയാണെന്ന് ഞാൻ പറയാൻ കാരണം, 100 മുതൽ 100 വർഷത്തെ അബ്രഹാമിന്റെ യാത്രകൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ 112-ാമത്തെ വയസ്സിൽ ഏകദേശമാണ് അബ്രഹാമിന്റെ യാത്രകളിൽ ഈ യാത്ര ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണെന്ന് ഞാൻ പറയാൻ കാരണം, ഈ യാത്ര അസാധാരണമായ മാനസിക സംഘർഷം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായൊരു യാത്രയായത്. സ്തോത്രം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തനിക്കിപ്പോഴുള്ള ഏകജാതനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന യാത്രയാണ് നമുക്കറിയാം. ഈ വിഷയം അബ്രാമിനല്ലാതെ തൻ്റെ ഭാര്യ സാറയ്ക്ക്, കൂടെ പോന്ന മോന്, ബാല്യക്കാർക്ക്, ഇവർക്കാർക്കും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഒരപ്പന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. 10-25 വർഷങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന മറുപടിയായ ഏകദേശം 12 വയസ്സ് മുതൽ 20 വയസ്സിനകത്ത പ്രായമാ ആ സമയത്ത് ഇസഹാക്കിനുള്ളത്. അങ്ങനെ
ആ ഒരു പശ്ചാത്തലത്തിനകത്ത് അവൻ നിൽക്കുന്ന ഈ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ അബ്രഹാം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ താൻ അനുഭവിച്ച ഏറ്റവും വലിയ സംഘർഷം എന്താണെന്നറിയോ? സ്തോത്രം. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ ഉള്ളിലെ സംഘർഷം ഒരാളോട് പോലും തനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. ഇടയ്ക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ യാഗവസ്തു എവിടെ? നീയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സ്തോത്രം. അപ്പോഴീ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട്, വലിയ സംഘർഷം, മാനസിക സംഘർഷം. ശരീരത്തിന്റെ വേദനയെക്കാളും മാനസികമായൊരു വലിയ സംഘർഷം അബ്രഹാം ഈ 3 ദിവസം അനുഭവിക്കുക. ഈ സംഘർഷത്തിന്റെ പ്രത്യേകത ഒരാളോട് പോലും ഇത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, മാനസിക സംഘർഷം ഇല്ലാത്തവരാരുമില്ല, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈ മാനസിക സംഘർഷത്തിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ മോചനം ലഭിക്കും. എപ്പോഴാണെന്നറിയോ? അതൊന്ന് പറഞ്ഞേ, ഷെയർ ചെയ്യുമ്പോൾ. അതിനാ ദൈവം കുടുംബജീവിതമൊക്കെ ഏറ്റവും കൂടുതലായി നമുക്ക് തന്നിരിക്കുന്ന അതിനു വേണ്ടിയാ. എന്തിനാ? ഷെയർ ചെയ്യാൻ വേണ്ടിയാ. വേദനകൾ ഷെയർ ചെയ്യുമ്പോൾ, ഒരു അഭിഷക്തനോട് വന്ന് നിന്റെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ വേദനയ്ക്ക് ഒരുപാട് പരിഹാരമുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കൂട്ടുകാരോട് ഷെയർ ചെയ്യുമ്പോൾ, അല്ലേ? സ്തോത്രം. അതാണ് അതിന്റെ സത്യം. അവ സങ്കടം ഷെയർ ചെയ്യുമ്പോൾ ആ വേദനകൾ കുറയും. സന്തോഷം ഷെയർ ചെയ്യുമ്പോൾ സന്തോഷം കൂടും, അല്ലേ? ഒരു സന്തോഷം നിങ്ങൾ ഷെയർ ചെയ്ത് നോക്കിയേ. അത് അസൂയ ഇല്ലാത്തവരായിരിക്കണം, അല്ലെങ്കിൽ നിന്റെ ഉള്ള മൂടും കൂടെ പോവും. അസൂയ ഇല്ലാത്തവരോട് സന്തോഷം ഷെയർ ചെയ്ത് നോക്ക്, നിന്റെ സന്തോഷം നേരെ ഇരട്ടിയാകും. പ്രൈസ് ദി ലോർഡ്. ആത്മാർത്ഥതയുള്ളവരോട് നിന്റെ വേദന ഷെയർ ചെയ്ത് നോക്ക്, നിന്റെ വേദന നേരെ പകുതിയാവും. രക്തത്താൽ ജയമെടുക്കുകയാ. സ്തോത്രം. എത്ര പേരാ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വിളിക്കുന്നത്? പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ ചെയ്യാറില്ല, ഫോണിലൂടെ പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയും, അത്രേ പറയത്തുള്ളൂ. എന്താ സംഭവിക്കുന്നത് അറിയാമോ? എത്ര ഭാരത്തോടാണ് അവരെ വിളിച്ചത്, ആ ഭാരം അവർക്ക് ഇല്ലാതായി എന്ന് തോന്നുന്നു. എന്താ കാര്യം? അവർ ഷെയർ ചെയ്തപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം പോകുന്നത് പോലെ അവർക്ക് മനസ്സിലായി. അബ്രഹാമിന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അകത്തു വലിയ സംഘർഷമുണ്ട്, പക്ഷെ ഈ സംഘർഷം തനിക്ക് ആരോടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഭാര്യയോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത, തലമുറയോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത നമ്മളൊക്കെ സ്വയ അഭിമാനികളാണ്. സ്വത്രം പറ. സ്വയ അഭിമാനികളാണ്. എൻ്റെ വിഷയം മറ്റാരും, എൻ്റെ ഭർത്താവിൻ്റെ വിഷയം മറ്റാരും, എൻ്റെ കുഞ്ഞിൻ്റെ പോരായ്മ വേറെ ആരും അറിയരുതെന്ന് ചിന്തിച്ച്, സ്തോത്രം, അകത്ത് കൊണ്ടു നടക്കുന്ന എത്രയോ പേരുടെ വിഷയങ്ങൾ അവൻ കേട്ട് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു വേദനയുടെ സംഘർഷവുമായിട്ട് അബ്രഹാം അവൻ ഈ യാത്രയിൽ മുൻപോട്ട് കടന്നു പോകുന്നത്. സ്തോത്രം. ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷയം, ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷയം. ഷെയർ ചെയ്താൽ ഒരു പക്ഷേ ഒരു പരിധി വരെ അബ്രഹാമിന് അതിൽ നിന്ന് റിലീസിങ് ഉണ്ടാകും. പക്ഷെ ഈ വേദന തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സംഘർഷം ശ്രദ്ധിക്കുക. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അബ്രഹാമിന് മണിക്കൂറുകൾ മാത്രം യാത്ര ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലത്താണ് ഈ യാഗം നടക്കുന്നതെങ്കിൽ, സ്തോത്രം, അത്രയും നേരം ഈ സംഘർഷം ചുമന്നാൽ പോരെ? ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലൊരു മരണം നടന്നു. മരണം നടന്നപ്പോ വേണ്ടപ്പെട്ടവർ അടുത്തില്ലാത്തത് കൊണ്ട് 3 ദിവസം കഴിഞ്ഞിട്ടേ അടക്കം നടക്കുന്നുള്ളത് ചിന്തിച്ചേ. ആ 3 ദിവസവും നമ്മൾ അനുഭവിക്കുന്ന സംഘർഷം ഭയങ്കരമാണ്. വരുന്നവരോടെല്ലാം കാര്യം പറയണം, അവര് വരുമ്പോ ഇല്ലാത്ത കരച്ചിലുണ്ടാക്കി, പറഞ്ഞാട്ടെ, ഇല്ലാത്ത കരച്ചിലുണ്ടാക്കി കരയണം. എത്ര പ്രാവശ്യം നെഞ്ചത്തിടിക്കും? അപ്പോൾ നെഞ്ചത്ത് പല പ്രാവശ്യം ഇടിക്കണം. പല പരിപാടികൾ നടത്തിയാലേ ഒരു 3 ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. എന്നാൽ അടക്കി വേദന വരും. അടക്കം കഴിഞ്ഞാൽ വേദനയുണ്ട്. പക്ഷെ ആ കഴിഞ്ഞ 3 ദിവസം അനുഭവിച്ച അത്രയും പെയിൻ ചിലപ്പോൾ വരത്തില്ല.
പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? മരണശേഷം അന്ന് തന്നെ അടക്കുന്നതും 3-4 ദിവസം കഴിഞ്ഞ് അടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെ അബ്രഹാമിന്റെ യാഗം 1 ദിവസം കൊണ്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ മോൻ നഷ്ടപ്പെട്ടാൽ പോലും അത്ര പെയിനേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഈ യാത്ര ഏകദേശം 3 ദിവസമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ 3 ദിവസം ഈ മനുഷ്യൻ അനുഭവിച്ച മാനസികമായ സംഘർഷങ്ങളാണ് അവൻ ഈ യാഗത്തോടുള്ള ബന്ധത്തിലെ അവൻ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്. ഈ യാത്രയോടുള്ള ബന്ധത്തിലെ ഒന്നാമത്തെ വിഷയം. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച്, ഒത്തിരി മാനസിക സംഘർഷങ്ങൾ അകത്ത് ശക്തമായിട്ടുണ്ടെങ്കിലും സ്തോത്രം, ആരാധനയോടുള്ള ബന്ധത്തിൽ, യാഗത്തോടുള്ള ബന്ധത്തിൽ ഒരു പോരായ്മ വരുത്താൻ ഈ മനുഷ്യൻ ആഗ്രഹിച്ചില്ല. അതാണ് ഈ യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത. സ്തോത്രം. രണ്ടാമത്തെ ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ ഈ യാത്രയുടെ പ്രത്യേകത, ആമേൻ, 6-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ഇരുവരും ഒന്നിച്ച് നടന്നു. എങ്ങനെ നടന്നു? ഇരുവരും ഒന്നിച്ച് നടന്നു. 12 വയസ്സുകാരനും 112 വയസ്സുകാരനും ഒരുമിച്ച് 3 ദിവസം നടന്നെന്ന് പറഞ്ഞാൽ അതൊരു എളുപ്പമുള്ള കാര്യമല്ല. 12 വയസ്സുകാരനും 112 വയസ്സുകാരനും ഒരുമിച്ച് നടന്നെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു വലിയ വിഷയമാണ്. സ്വത്രം പറഞ്ഞാണ്. എന്തോ ഗ്യാപ്പാ? എൻ്റെ ചർച്ചിലൊരു ഫാമിലി ഉണ്ട്, പേരൊന്നും ഞാൻ പറയത്തില്ല, എൻ്റെ കൂടെ ഒരു മോനുള്ളതുകൊണ്ട്. സ്വത്രം. ഭർത്താവിനേക്കാളും 11 വയസ്സ് പ്രായക്കുറവാണ് ഭാര്യയ്ക്ക്. സഹിക്കാൻ പറ്റാതെ വന്ന് കഴിഞ്ഞ ദിവസം എന്നോടും ഭാര്യയോടും പറഞ്ഞതാ, എൻ്റെ പൊന്നു പാസ്റ്റേ, എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നു. കാരണം ഒന്ന്, ഇത്രയും വയസ്സ് മൂത്തതാ, എനിക്കിഷ്ടമല്ലായിരുന്നു. പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്തതാ? നടത്തിയതാ. സ്തോത്രം. ഞാൻ എന്തുവാ പറയുന്നത് പുള്ളിക്ക് മനസ്സിലാകത്തില്ല, പുള്ളി എന്തുവാ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല. പുള്ളി 1950 അംബാസഡർ. സ്തോത്രം പറഞ്ഞാട്ടെ. ആ സഹോദരിക്ക് വലിയ പ്രായമൊന്നുമില്ല, 10-40 വയസ്സ് താഴെ ഉള്ളൂ. അപ്പൊ 10-11 വയസ്സും കൂടെ കൂടുതൽ 51 വയസ്സുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അവൻ അതിന്റെ ഏറ്റവും വലിയൊരു വിഷയമാ ഭാഷ ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിൽ സത്യമാ. എന്നാ പിന്നെ ഈ മുതുക്കനൊന്ന് മനസ്സിലാക്കണ്ടേ? സ്തോത്രം പറഞ്ഞാട്ടെ. എന്നാ പിന്നെ ഈ മുതുക്കനൊന്ന് മനസ്സിലാക്കണ്ടേ? എന്റെ ഭാര്യ എന്നെക്കാളും 10 വർഷം പുറകിൽ ജനിച്ചതാ. അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ പോണമെന്ന് ഇങ്ങനെ മനസ്സിലാക്കണ്ടേ? അങ്ങനെ 50 ബില്ലിനും എടുക്കത്തില്ല. രക്തത്താൽ ജയമെടുക്കുക. ഞാൻ പലതും പറഞ്ഞു നോക്കി, എവിടെ എത്താന്? എങ്ങും എത്തത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറയുന്നത്, അവൻ സ്തോത്രം, ഞാൻ പറയുന്ന ഒന്നും പാസ്റ്റർക്ക് പോലും മനസ്സിലാകുന്നില്ലെന്നുള്ളതാ എന്റെ വേദനയെന്ന്. പാസ്റ്റർക്ക് പോലും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെന്നുള്ളത് എന്റെ വേദന. എന്ത് സത്യമതല്ല, ഞങ്ങൾ പറയുന്നത് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. ഒരാമയും പറഞ്ഞാട്ടെ. ജനറേഷൻ ഗ്യാപ്പ് ഒത്തിരി ടഫാകട്ടോ. അതുകൊണ്ട് ഒരു സഭയ്ക്കകത്ത്, സ്വത്രം പറഞ്ഞാട്ടെ, ഒരു സഭയ്ക്കകത്ത് സ്വത്രം 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 അവയെ തലമുറകളെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള വിശേഷ കൃപ വേണം. സ്വത്രം പറഞ്ഞാട്ടെ. എത്ര പ്രായമുള്ള അഭിഷക്തനാണെങ്കിലും ഞാൻ കർത്താവിന്റെ ദാസനോട് അവൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സുണ്ടെന്ന്. അവൻ നല്ലതാ, അങ്ങനെ തന്നെ വേണം. സ്തോത്രം. അവരെ ചേർത്ത് പിടിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. അവരുടെ പ്രായത്തിന്റെ ബലഹീനത മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രായത്തിന്റെ പോരായ്മ മനസ്സിലാക്കി അവരോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അവർക്ക് അവൻ ദൈവസഭയുടെ ആത്മാർത്ഥത ഉണ്ടാകുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. പിള്ളേര് ചെയ്യുന്ന പല കാര്യവും അപ്പച്ചന്മാരെ നമുക്ക് പിടിക്കത്തില്ല. സത്യമാണ്. പിള്ളേര് ചെയ്യുന്ന പല കാര്യവും നമുക്ക് പിടിക്കത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷെ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഈ സഭ നടത്തേണ്ടവരാ. അവരെ സ്റ്റേജിൽ കയറ്റണം, അവര് പാടണം. സ്തോത്രം പറഞ്ഞാട്ടെ. അവര് പ്രാർത്ഥിക്കണം, അവര് മൈക്ക് പിടിക്കണം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഹലോ. 8ാം ക്ലാസ് കഴിഞ്ഞ എന്റെ മോള് ഏഞ്ചലിനാണ് എന്റെ ചർച്ചിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. 8ാം ക്ലാസ്സുകാരി ഏഞ്ചലിനാ എന്റെ ചർച്ചിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതെന്ന്. രക്തത്താൽ ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.
ചിലർക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ദൈവാത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തി, തമ്പുരാൻ അടുത്ത ഒരു ജനറേഷനില് കർത്താവിന് വേണ്ടി കുഞ്ഞുങ്ങൾ പ്രയോജനപ്പെടണമെങ്കിൽ അവരുടെ വിറയല് മാറ്റുന്ന സ്ഥലമാണ് നമ്മുടെ സ്വന്തം സഭ. അവര് ബാംഗ്ലൂരും കോയമ്പത്തൂരും ചെന്ന് പോയി പഠിച്ചിട്ടല്ല അവരുടെ വിറയില് മാറ്റേണ്ടത്. അവരിവിടെ മൈക്ക് പിടിച്ചു തുടങ്ങണം, അവരിവിടെ കീബോർഡ് വായിച്ചു തുടങ്ങണം, അവരിവിടെ കൈയടിച്ചു തുടങ്ങണം, അവരിവിടെ പാട്ടുപാടി തുടങ്ങണം. വിഷമം വരല്ലേ കേട്ടോ, പ്രയാസം ഉണ്ടാകല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? എന്റെ ചർച്ച നല്ല ഒരു വർഷിപ്പ് കൊയറുണ്ട് പാസ്, നല്ലൊരു വർഷിപ്പ് കൊയറുണ്ട്. സ്തോത്രം, ആമേൻ. അതിന് ഞാൻ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. സൗണ്ട്, വർഷിപ്പ്, ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. സ്തോത്രം. അവൻ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, അവൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഈ സഭാഹോൾ അടഞ്ഞു കിടക്കാതിരിക്കണമെങ്കിൽ നിന്റെ കാലത്തിന് മുമ്പേ ഒരു ജനറേഷൻ എഴുന്നേൽപ്പിക്കണം. എന്റെ മോനെ എന്റെ ചർച്ചിലെ കീബോർഡിസ്റ്റ്, കൊച്ചു പ്രായത്തിലാണ് ഞാൻ അവനെ കീബോർഡ് സ്റ്റേജ് കൊടുത്തത്. ഒരു ബേസ് കൊടുത്തതേ ഉള്ളൂ. ഇന്നവൻ കീബോർഡ് വായിക്കുന്ന അസാധാരണമാണ്. ഈ 21 ഡേയ്സിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവനെ ഞാൻ വായിപ്പിച്ചു. കൂടുതൽ സമയം ആരാധിക്കാൻ വേണ്ടി ഞാൻ ഇറക്കി നിർത്തിയിട്ട് വേറൊരാളെ ഞാൻ സ്റ്റേജ് നിർത്തി. അപ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്യാൻ 2-3 പേരെ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ സ്നേഹിതൻ അഭിഷേക്, അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോൻ ഏത് കോളേജ് വിട്ടാ കീബോർഡ് പഠിച്ചേ? ഒരു കോളേജിലും വിട്ടില്ല. എൻ്റെ പൊന്നു പാസ്റ്റേ, ദൈവ കുഞ്ഞിനെ മേൽ പകർന്ന അസാധാരണ ഗിഫ്റ്റാ. അവൻ കൈവിരൽ ചലിക്കുമ്പോൾ ചലിപ്പിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു വലിയ നിറവ് ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി ഫേമസ് ആയ കീബോർഡ്സിലൂടെ വായിച്ചിട്ടുള്ളവരാ. പക്ഷേ ആൽവിൻ മോൻ കീയിൽ കൈവയ്ക്കുമ്പോൾ ഒരു പ്രത്യേക തലം അതിനകത്ത് വെളിപ്പെട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട്? സ്തോത്രം. അവൻ ചെറിയ പ്രായത്തിൽ അവനെ ഏൽപ്പിച്ചപ്പോൾ ഇന്നവൻ അത് പ്രാപ്തനായി തീർന്നു. അതുകൊണ്ട് ഏത് സ്ഥലത്ത് ചെന്നാലും അവൻ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ താലന്തുള്ളവരാ കേട്ടോ. എൻ്റെ ചർച്ചിലെ എല്ലാ കുഞ്ഞുങ്ങളെ ഞാൻ പ്രൊമോട്ട് ചെയ്യും. ചിലപ്പോൾ അവരുടെ മുടി ഇച്ചിരി വളർന്നിരിക്കും പാസ്റ്റേ. നമുക്ക് മുടിയൊക്കെ വെട്ടാം. നമ്മൾ മുടി അവൻ വെട്ടിയിട്ടേ അവനെ സ്റ്റേജിൽ കയറ്റത്തുള്ളൂ. നമ്മുടെ ഒരു സ്വഭാവം, അവൻ മുടി മൊത്തവും നമ്മൾ വെട്ടുന്നവർ അവൻ എന്ത് ചെയ്യണം? പത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഞാനിതൊക്കെ നിയോഗത്തോടെ പറയാട്ടോ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എൻ്റെ ചർച്ചില് ഒരു മോനുണ്ട്, പ്രശാന്ത്. അവനെ എല്ലാ ആഴ്ചയിലും കിട്ടത്തില്ല, അവൻ ദൂരെ നിന്ന് അവർ വരുന്നേ. ഇടയ്ക്കിടയ്ക്ക് കിട്ടി. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവനെ കിട്ടി. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം ചർച്ചയിരുന്ന് ഫാസ്റ്റിങ്ങില്ല. അപ്പൊ ഇവന്റെ മുടി എന്നൊക്കെ പറഞ്ഞാൽ സത്യസായി ബാബയുടെ മുടി പോലെയൊക്കെ ഇച്ചിരി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു മുടിയാ. അപ്പൊ എൻ്റെ കൂടെ എൻ്റെ ചർച്ചിൽ ഉപവസിക്കുന്ന ഒരു യൗവനക്കാരൻ, ചെറുപ്പക്കാരല്ല. അപ്പൊ അവനിതൊരു പ്രയാസം വന്ന കാര്യം, ബാക്കി എല്ലാ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോലും ഒറ്റപ്പെടും. അപ്പൊ അവനെയും പിടിച്ചോണ്ട് മുടി വെട്ടിക്കാൻ വേണ്ടി കടയിൽ കൊണ്ടുപോയി. സ്തോത്രം. കടയിൽ കൊണ്ടു ചെന്നപ്പം അവന്റെ സ്റ്റൈലിൽ വെട്ടണം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അനീഷ് എന്നെ വിളിച്ചു. അച്ഛാ, ഞാൻ പറയുന്നതും കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഭാരപ്പെടണം, ഞാനിപ്പോൾ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുക എന്ന് പറഞ്ഞതും ഇവൻ പുറകെ കൂടെ ഇറങ്ങി ബാർബർ ഷോപ്പിൽ ഒരൊറ്റ ഓട്ടം. ഏതോ സ്തോത്ര റബ്ബർ തോട്ടത്തിൽ പോയിരുന്നു. എന്നിട്ട് കയ്യിരുന്ന പൈസയും കൊണ്ട് അവനെ വീട്ടിൽ പറ്റി. രാത്രി 7 മണിയായപ്പോഴാണ് വീട്ടിൽ ചെന്ന്. ഞങ്ങൾ അവിടെ എല്ലാം ഓടുക ഇവനെ അന്വേഷിക്കാനായിട്ട്. ഇച്ചിരി പോരാട്ടം കൊണ്ടുണ്ടെന്ന് ചിന്തിച്ചോ. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്തോത്രം. അവൻ അവിടെ വന്നിരുന്ന് നേരെ ഉപവസിച്ചാൽ മുടി വെട്ടിക്കാൻ നിർത്താതെ അവനെ പിടിച്ചിരുത്തി ഉപവസിപ്പിക്കാതെ അവനെ കെട്ടം കൂട്ടിയേനെ. ചെറുക്കന് ഉപവാസത്തിനും കിട്ടിയോ? അതുമില്ല. മുടി വെട്ടിയോ? എന്റെ കൂടെ ഉണ്ടോ? അച്ഛാ, മുടി വെട്ടിയോ? അതുമില്ല. ഉപവാസത്തിന് കിട്ടിയോ? അവൻ ഞായറാഴ്ച പോലും വന്നില്ല എന്നെ പേടിച്ചിട്ട്. ഇനി ഞാൻ അവനോട് ക്ഷമ ചോദിക്കാനിരിക്കുക. സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. അവൻ അമ്മ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വെളിപ്പാട് കിട്ടിയേ. എൻ്റെ പൊന്നു പാസേ, വല്ലപ്പോഴും കിട്ടിയ ചെറുക്കന. അവനെ മുടി വെട്ടിക്കാൻ പാസ് നിൽക്കാതെ അവനെ പിടിച്ചിരുത്തി ഒന്ന് പ്രാർത്ഥിച്ച് അവനമേലുള്ള ഭൂതം വല്ലതും ഉണ്ടാകുന്ന ഇറക്കിയായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു, അടിയൻ. തെറ്റായിട്ട് സമ്മതിക്കണമല്ലോ. ഏത് വലിയ അണ്ടർപാസ് ആയാലും അടിയൻ തെറ്റിപ്പോയത്, സോറി, ഇനി ആവർത്തിക്കത്തില്ല. സ്വത്രം പറഞ്ഞാട്ട് എന്നോട് പലരും പറഞ്ഞോട്ട്, പാസേ അവനെ സ്റ്റേജിൽ കയറ്റരുത്, ഇവളെ കയറ്റരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ സ്വഭാവം വെച്ച് നോക്കിയാൽ നമ്മളെ കസേര ഇരിക്കാൻ പോലും യോഗ്യരല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എനിക്ക് ഇഷ്ടപ്പെടുത്തില്ലെന്ന് എനിക്കറിയാം. അച്ഛാമാരെ, നിങ്ങളുടെയൊക്കെ സ്വഭാവം നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയാം. സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളെയൊക്കെ സഹിക്കുന്നതിന് അവാർഡ് കൊടുക്കണം. നിങ്ങളുടെ സ്വഭാവം അവർക്ക് അറിയത്തുള്ളൂ. സ്തോത്രം പറഞ്ഞാട്ടെ.
നമ്മൾ ഈ വലിയ വായൊക്കെ സ്വോത്രം പറയും, അവള് പറയും കൊള്ളാടി മോളിക്കുട്ടി അറിഞ്ഞോ സ്വോത്രം പറഞ്ഞാട്ടെ, നിന്നെ എനിക്കല്ലേ അറിയത്തുള്ളൂ. കരമുയർത്തി സ്വോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞത് മനസ്സിലായവർക്കായി ദൈവത്തിന് സ്വോത്രം പറയുക. എനിക്കൊരു നിയോഗത്തോടെ ഞാൻ പറയുക, അപ്പൊ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി കുഞ്ഞുങ്ങൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവദാസനായതുകൊണ്ട് ഈ രാത്രി ഞാൻ പറയുന്നേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എൻ്റെ ചർച്ചില് അവ യൂത്ത് സങ്കീർത്തനം വായിപ്പിക്കും. ഞാൻ ലിസ്റ്റിട്ടുണ്ട്. പ്ലസ് ടുവിന് പഠിക്കുന്നവരും ഡിഗ്രിക്ക് പഠിക്കുന്നവരും ഒക്കെ സങ്കീർത്തനം പറയുന്നൊന്നും തിരിയത്തില്ല. പിള്ളേരുടെ സങ്കീർത്തനമായില്ലോ ആയിക്കോട്ടെ. എന്തായാലും 23-ാം സങ്കീർത്തനം വായിക്കുന്നത് നമുക്കറിയാം. കാര്യം ആദ്യത്തെ 23 എല്ലാവരും കേൾക്കും, ബാക്കി ഒന്നും കേൾക്കാം. എന്റെ മോന്റെ ഉൾപ്പെടെ കേൾക്കത്തില്ല. സ്വോത്രം. എടാ 2 പ്രാവശ്യം വായിക്കുമ്പോഴേ 3-ാമത്തെ പ്രാവശ്യം മാറ്റം വരുമോ അവന്? സ്വോത്രം പറ, സ്വോത്രം പറ. സ്വോത്രം ടാക്സി വിളിച്ച് പോയല്ലോ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ അകത്തൊരു വലിയ വെളിപ്പാട് വേണം. എന്തിനറിയോ? എൻ്റെ കാലം കഴിഞ്ഞാലും കൈയടിക്കാൻ ഒരു ജനറേഷൻ വേണം. എൻ്റെ കാലം കഴിഞ്ഞാലും സ്തോത്രം ആരാധിക്കാൻ ഒരു തലമുറ വേണം. ഈ ചർച്ച് കൊണ്ടുപോകാൻ ഒരു സമൂഹം വേണം. അവിടെ യൂത്തിലൂടെ മാത്രമേ എന്തെങ്കിലും നടക്കൂ. ജനറേഷൻ ഗ്യാപ്പുകൾ വലിയൊരു ഫൈറ്റിംഗ് ആണ്. സ്തോത്രം. അത് മനസ്സിലാക്കി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 12 വയസ്സുള്ള ചെറുക്കൻ്റെ കൂടെ 112 വയസ്സുള്ള അപ്പൻ 3 ദിവസം നടന്നെന്ന് പറഞ്ഞാൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തു. മക്കളെ, നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണം. പ്രായമുള്ളവരുടെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒത്തിരി സ്പീഡേ അങ്ങ് നടക്കരുത്. അപ്പച്ചന് ഇച്ചിരി സ്പീഡ് കുറവാ, മാത്രം പറഞ്ഞാട്ടെ. അപ്പൊ അപ്പച്ചന്റെ സ്പീഡിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റവാക്കി പറ, അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാവരും പറ. മിണ്ടുന്നില്ല, വാ തുറക്കുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യണം. ഉറക്കെ പറഞ്ഞാട്ടെ. അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. 2026 കരുത്തരായ ഒരു കൂട്ട തലമുറകൾ ദൈവം നമുക്ക് തരും. അവര് വേറെ എവിടെ ഒന്നും ആരാധിക്കാൻ പോത്തില്ലെന്ന്, അവര് വേറെ എവിടെ ഒന്നും സ്വോത്രം പറയാൻ പോത്തില്ലെന്ന്. അവരുടെ ചെറിയ ചെറിയ നിയോഗങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. അവിടെ ചെറിയ ചെറിയ താല്പര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. സ്വോത്രം. ഞായറാഴ്ച വർഷിപ്പിന് പാട്ട് സെലക്ട് ചെയ്യുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോളാണ്. പിന്നെ കീബോർഡ് വായിക്കുന്ന എൻ്റെ മോനുമാണ്. ചർച്ചിൽ വർഷിപ്പ് പാട്ട് സെലക്ട് ചെയ്യുന്നത് ലൈവുള്ള ആരാധനയാണ്. ലൈവ് ഉണ്ട് എല്ലാ സൺഡേയിലും, എല്ലാ മീറ്റിങ്ങിനും. ആദ്യം 8ാം ക്ലാസ് ഉള്ള മോൾ ആദ്യം പാട്ട് സെലക്ട് ചെയ്തപ്പോ തങ്ങട പാട്ടാ, തങ്ങട പാട്ടാ. ഞാൻ പറഞ്ഞു, മോളെ ഏത് പാട്ടാ പാടുന്നേ? അത് ഈ പാട്ടാ പാപ്പ. ആ പാട്ട് ഞാൻ കേട്ടപ്പോ അവർക്ക് പറ്റും, നമുക്ക് പറ്റത്തില്ല. തങ്ങട പാട്ടാന്ന് പറഞ്ഞു. മനസ്സിലായില്ലോ? കേൾക്കുമ്പോൾ നമുക്ക് ചാടാനൊക്കെ ഒന്ന് തോന്നും. ദാവീദെ പോലെ ഞാൻ നൃത്തം ചെയ്തിടും. ഹല്ലേലൂയ. നല്ല പാട്ടുകളൊക്കെ. പക്ഷെ ഞായറാഴ്ച ദിവസം പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉള്ള സഭയിൽ എന്റെ ചർച്ചിലൊക്കെ പിന്നെ പുതിയ ആൾക്കാരാ. സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ അങ്ങനല്ല, കുറച്ചും കൂടെ ഒരു പഴയ പാട്ടും ഒരു പുതിയ പാട്ടും. ആ പുതിയ പാട്ടെന്ന് പറയുമ്പോ ആ രീതിയിലുള്ള പാട്ട് വേണം. അതുകൊണ്ട് മക്കൾ സെലക്ട് ചെയ്തോ, പപ്പയ്ക്ക് കൂടെ ഒന്ന് ഇട്ട് തരണം, ഞാൻ അവസാനം ഒന്ന് വാല്യൂ ചെയ്തോളാം. രക്തത്താൽ ജയമെടുക്കുക. ഇപ്പം അവൾ സെലക്ട് ചെയ്യുന്ന ഒരൊറ്റ പാട്ടും തെറ്റല്ല. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഗിറ്റാർ ചുമ്മാതെ മാത്രം പിടിക്കാൻ അറിയാവുന്നൊരു മോളാ ഇപ്പൊ ഗിറ്റാർ വായിക്കുന്നത്. അവിടെ പറഞ്ഞു, എന്റെ മോശങ്ങളെ ഞാൻ ഇച്ചിരിയൊക്കെ ചുമ്മാതെ പഠിച്ചു. ഞാൻ കയറിയെന്ന് പറഞ്ഞു അങ്ങോട്ട് നിൽക്കുന്നേ. ആ ഗിറ്റാർ എടുത്ത് കയ്യിലോട്ട് വെക്ക്. ആദ്യമൊക്കെ വോയിസ് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് കുറച്ചു കൊടുത്തു. പിന്നീട് അവളത് വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് മനോഹരമായി അവൾ ഗിറ്റാർ പ്ലേ ചെയ്തു. സ്വോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തില് ജനറേഷൻ ഗ്യാപ്പുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. അവൻ ഒരുമിച്ച് നടന്നാലേ ദൈവപ്രവൃത്തി ഉള്ളേ. അബ്രഹാം മാത്രം വിചാരിച്ചാൽ യാഗം നടക്കത്തില്ല. 12 വയസ്സുള്ള ഇസഹാക്ക് കൂടെ നടന്നു, ചേർന്ന് നടന്നു. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാ. ആമേൻ. 4ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 5ാമത്തെ വാക്യമാണ്. യാഗസ്ഥലത്ത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി. സ്തോത്രം. കഴുതയും ബാലിക്കാരനെയും ആവശ്യമായിരുന്നു. എവിടം വരെ? ആ 3 ദിവസത്തെ യാത്രയിൽ കഴുതയും ബാല്യക്കാരും ആവശ്യമായിരുന്നു. പക്ഷെ യാഗം നടക്കുന്ന പോയിന്റിൽ അവര് വേണ്ട. രക്തത്താൽ ജയമെടുക്കുക.
കാര്യം ആരാധനയുടെ വെളിപ്പാടില്ലാത്ത, വിറക് ചുമക്കാനും വെള്ളം ചുമക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനും അവൻ മാത്രം വെളിപ്പാടുള്ള കഴുതയും ബാല്യക്കാർക്കും ആരാധനയുടെ വെളിപ്പാട് കിട്ടിയിട്ടില്ല. ഈ വെളിപ്പാട് കിട്ടാത്തതിനെ യാഗസ്ഥലത്ത് കൊണ്ടു ചെന്നാൽ അവിടെ അലങ്കോലമുണ്ടാകും, ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. യാഗസ്ഥലത്ത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം. നമ്മൾ ഒഴിവാക്കേണ്ടത് കഴുതയല്ല, മൊബൈൽ. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ദേശം ചുറ്റി പ്രാർത്ഥിക്കാൻ പോയി. മൊബൈൽ ഫോണുമായിട്ട് അകത്ത് പ്രവേശിക്കരുത്. സ്വോത്രം. അത് വെക്കാൻ പ്രത്യേക ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടേ അകത്ത് കയറാൻ പറ്റത്തുള്ളെന്ന്. സ്വോത്രം പറഞ്ഞാട്ടെ. അവിടെ ജീവനില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നിടത്ത് അവർ ഈ മൊബൈലും തോണ്ടിക്കൊണ്ടല്ല കൈതൊഴുന്നേ. അവിടെ അരമണിക്കൂറെ ഉള്ളെങ്കിൽ പോലും അവർ ഭക്തി സ്വാതന്ത്ര്യമായ അന്തരീക്ഷത്തിനകത്ത് അവർ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ആരാധന സമയത്ത് ഓൺലൈനിലിരിക്കുന്ന അച്ഛന്മാരുണ്ട്, പിള്ളേരുണ്ട്. ആരാധന സമയത്ത് ഓൺലൈനില്ല. സ്വോത്രം. ഇവനൊക്കെ വേണ്ടി ഏത് ദൈവം ഇറങ്ങുമെന്നായി പറയുന്നേ. എന്റെ ചർച്ചിനകത്തും ഉണ്ട്. ഞാൻ ചിലരോട് പറഞ്ഞു എടുത്ത് ഞാൻ കണ്ടെത്തി കളയെന്ന് പറഞ്ഞു. സ്വോത്രം പറഞ്ഞാട്ടെ. 21 കുടലുണക്കി ഉപവസിച്ച് ദൈവപ്രവർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ അവൻ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന നിനക്ക് ഇതങ്ങോട്ട് മാറ്റിവെച്ച് തമ്പുരാനോട് സംസാരിച്ചൂടെ? ദൈവത്തെ ഉയർത്തിക്കൂടെ? സ്വോത്രം പറ. എല്ലാവരുണ്ട് ഇരുന്ന് ആരാധന കൊണ്ട് മൂത്തിങ്ങോട്ട് വരുമ്പോഴത്തേന് ഇതും എടുത്തൊരു ഒറ്റ ഓട്ടമാ. ഇതെടുത്തൊരു ഒറ്റ ഓട്ടമാ. ആരാധന തീയിറങ്ങുക, ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, ഇതെടുത്തോട് പോകുക സംസാരിക്കാൻ. ഓത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തെറ്റാണ് പ്രിയരെ. ആരാധന സ്ഥലത്ത് ദൈവശബ്ദമാ കേൾക്കണ്ടേ, റിംഗ് ടൂൺ അല്ല കേൾക്കണ്ടേ, ദൈവശബ്ദമാ കേൾക്കണ്ടേ. മനസ്സിലായവർക്കായി സ്തോത്രം പറയുന്നു. അങ്ങനെ വില കൊടുക്കുന്ന ആരാധനയുണ്ടോ ആ സ്ഥലം ദൈവ സാന്നിധ്യത്തിന്റെ അസാധാരണത്വം കൊണ്ട് നിറയും. ഹല്ലേലൂയ. അഞ്ചാമത്തത് വിധേയത്വവും അനുസരണവുമാണ്. വിധേയത്വവും അനുസരണവുമാണ് അഞ്ചാമത്തെ കാര്യം. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന് മീതെ കിടത്തി. ബോൺ ഹിസ് സൺ എന്നാ കൊടുത്തിരിക്കുന്നത്. മോനെ കെട്ടിക്കിടത്തി. സ്വോത്രം പറഞ്ഞാട്ടെ. ദൂത് കേൾക്കണേ. അവൻ എല്ലാ ബന്ധനങ്ങളും നമുക്ക് ദോഷമല്ല, എല്ലാ കെട്ടും നമുക്ക് ദോഷമല്ല. ചില കെട്ടുകൾ നമുക്ക് അനുഗ്രഹമാണ്. ഇതൊരു കെട്ട. സ്വോത്രം പറഞ്ഞാട്ടെ. ഇതൊരു കെട്ട. ബോൺ ഹിസ് സൺ, മോനെ കെട്ടിക്കിടത്തി. സ്വോത്രം പറ. എന്തിനാ കെട്ടിക്കിടത്തിയത്? വിറകുകൾ അടുക്കി അതിന്റെ മുകളിലെ ഈ മോനെ വിരിവിരിപ്പുള്ള 12 വയസ്സുകാരനെ കിടത്തിയേക്കുന്നേ. അവനൊന്ന് ചലിച്ചാൽ അടുക്കി വെച്ചിരിക്കുന്ന വിറകിളകും. വിറക് ഇളകിയാൽ യാഗപീഠം താഴെ പോകും, യാഗം നടക്കത്തില്ല. ആരാധന സ്ഥലത്ത് ദൈവ സാന്നിധ്യത്തിൽ വിധേയപ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കെട്ട് അവൻ അബ്രഹാം ഇസ്ഹാക്കിന് മേൽ കെട്ടി. ഒരു വിധേയത്വത്തിന്റെ കെട്ടിനകത്തായിരിക്കണം നമ്മൾ. അഭിഷക്തൻ ഒരു വാക്ക് പറഞ്ഞാൽ അതിനാമേൻ എന്ന് പറയുന്ന ഒരു കെട്ട് നമ്മുടെ മേൽ വീഴണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നെന്ന്. പിശാച് ബന്ധിക്കുന്ന ബന്ധനമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ബന്ധനമുണ്ട്. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവന് എപ്പോഴും ഒരു വിധേയത്വം ഉണ്ടാകും. ഹല്ലേലൂയ. എത്ര കാശുള്ള അച്ഛനായാലും, എത്ര കാശുള്ള അമ്മാമയായാലും, എത്ര വിദ്യാഭ്യാസമുള്ള ആള് വരുന്ന ദൈവദാസൻ എത്ര വിദ്യാഭ്യാസം കുറഞ്ഞായാലും, പ്രായം കുറവുള്ളതാണെങ്കിലും ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനൊരു വിധേയത്വമുണ്ട്. സ്വോത്രം പറഞ്ഞാട്ടെ. അവൻ ചോദിക്കത്തില്ല ഞാൻ ആരാന്ന് അറിയാമോ എന്ന് ചോദിക്കത്തില്ല. ഞാൻ ആരാന്ന് അറിയാമോ എന്ന് ചോദിക്കത്തില്ല. ആ ചോദ്യം വിധേയത്വമല്ല കേട്ടോ, അഹങ്കാരത്തിന്റെ ചോദ്യമാണ്. വിധേയത്വത്തിൽ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അവസാനത്തെ ഒരു ഭാഗമാണ് ആമേൻ, ആമേൻ. 6-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ സെന്റൻസ്, ആദ്യത്തെ ഭാഗം. അബ്രഹാം ഹോമയാഗത്തുള്ള വിറകെടുത്ത് ഇസഹാക്കിന്റെ ചുവലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച്
നടന്നു. ആ ദൂതങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. ശ്രദ്ധിച്ചേ, അബ്രഹാം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ യാഗത്തിന് വേണ്ടി യാഗവസ്തുവാകുന്ന തന്റെ മകനെ കൂട്ടി, പിന്നെ വിറകൊണ്ട്, പിന്നെ കത്തിയുണ്ട്, പിന്നെ തീ ഉണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. തീയുണ്ട്. 3 ദിവസത്തെ യാത്ര, ഏകദേശം 130 കിലോമീറ്റർ യാത്ര, ഏകദേശം ആകട്ടോ. ഈ യാത്രയിൽ യാഗം നടക്കുന്ന സ്ഥലം വരെ എത്തിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതൊന്നാണ് തീ. കേൾക്കുന്നുണ്ടോ? യാഗം നടക്കുന്ന സ്ഥലം വരെ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരടുപ്പിൽ നിന്ന് അടുത്ത അടുപ്പിലേക്ക് തീ കത്തിക്കുമ്പോൾ നമ്മൾ എത്ര അണഞ്ഞു പോകാതിരിക്കാൻ എത്ര ബുദ്ധിമുട്ടിയാ ആ തീ കത്തിക്കുന്നല്ലേ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, വീട്ടിൽ നിന്ന് കൊണ്ടുപോയ തീ യാഗസ്ഥലം വരെ എത്തിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ ഈ തീ എന്ന് പറയുന്നത് ഒരു വലിയ തീ പന്തമല്ല. ഇത് ഒരർത്ഥത്തിൽ ചൂടുള്ള ഒരു സൈസ് ചാമ്പലാണ്. ആ കാലഘട്ടത്തിൽ ചെറിയ മൺപാത്രത്തിൽ അല്ലെങ്കിൽ ലോഹപാത്രത്തിൽ ചാമ്പല് സൂക്ഷിക്കും. അതിന് ഒരു ചെറിയ മൂടി വെച്ച് അതിനെ മൂടിയിട്ട് ചെറിയ രീതിയിൽ ആ ചാമ്പലിനെ എന്ത് ചെയ്യും? കത്തിക്കും. എന്നിട്ട് പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മൂടി തുറന്നു നോക്കും, ഈ തീ അതിനകത്തുണ്ടോന്ന്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഒന്ന് ഊതി ചെറിയ ചെറിയ ചില്ലിക്കമ്പുകളൊക്കെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത്, സ്തോത്രം, ഈ തീയെ എത്തിക്കേണ്ടുന്ന സ്ഥലത്തു വരെ ഇതിനെ കൊണ്ട് എത്തിക്കും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാക്കുന്നുണ്ടോ? അബ്രഹാം വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യാഗസ്ഥലം വരെ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് യാഗമൃഗമല്ല, കത്തിയല്ല, വിറകല്ല, തീയായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ വായിക്കുന്നത് എന്തെന്നറിയാമോ? അവൻ ആ യാഗസ്ഥലം വരെ വീട്ടിൽ നിന്ന് കത്തിച്ച് പുറപ്പെട്ട തീയെ ആ യാഗസ്ഥലം വരെ അബ്രഹാം എത്തിച്ചു. രാമൻ പറഞ്ഞാട്ടെ, പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഏലിയാവിന്റെ യാഗത്തിന് ഏലിയാവ് തീ കൊണ്ട് കർമ്മയിൽ കയറിയല്ല. കയറിയോ? ഇല്ല. ഏലിയാവിന്റെ യാഗത്തില് യാഗപീഠം പണിയുക മാത്രമാണ് ചെയ്തത്. തീ സ്വർഗത്തിൽ നിന്ന് അയക്കുക ചെയ്തത്. പക്ഷെ അബ്രഹാമിനുള്ള ദൈവം പറഞ്ഞു, മോനെ, സ്വർഗത്തിൽ നിന്ന് തീ അയക്കുക അല്ലാതെ ഞാൻ ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് തീ കത്തിച്ചോണ്ട് പോകണം. സ്വോത്രം പറഞ്ഞാട്ടെ, വീട്ടിൽ നിന്ന് തീ കത്തിച്ചോണ്ട് പോകണം. അവൻ ആ തീയ യാഗസ്ഥലത്ത് കത്താൻ പോകുന്നത്, ആ തീയ യാഗസ്ഥലത്ത് പ്രകാശിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ഞാനൊരു ആത്മീക ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിന്റെ വീടിനകത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തീ അല്ല കത്താൻ പോകുന്നത്. ഇവിടെ നിന്ന് കത്തുന്ന തീയുമായി അവൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ പുറപ്പെടുക. ആ തീയാണ് നിന്റെ വീടിനകത്ത് അവൻ ആത്മാവിന്റെ ജ്വലനമായി മാറാൻ പോകുന്നത്. എത്ര പേര് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നുണ്ട്, അവൻ വീട്ടിൽ നിന്ന് എടുത്ത തീ അടഞ്ഞു പോകാതെ അത് യാഗസ്ഥലം വരെ കൊണ്ടെത്തിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൻ ആരാധന സ്ഥലത്ത് വെളിപ്പെടുന്ന അഗ്നി കെടുത്തിക്കളയാതെ അത് എത്തിക്കേണ്ടിടത്ത് വരെ എത്തിക്കാമെങ്കിൽ അതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി എല്ലാ ബൈബിളും അടച്ചാട്ടെ. അബ്രഹാമിന്റെ മോറിയ മലയിലുള്ള യാഗത്തിന്റെ പ്രത്യേകതകൾ 1, 2, 3, 4, 5, 6 എന്ന ക്രമത്തിൽ ഞാൻ ഇവിടെ ഓർപ്പിക്കാനിടയായി തീർന്നു. ഇത്രയും വില കൊടുത്ത്, ഇത്രയും പെയിനെടുത്ത് അബ്രഹാം ഒരു യാഗം നടത്തിയതാണ് മോറിയ മലയിൽ. ആ സ്ഥലത്ത് ദൈവം ആ സ്ഥലത്തെ കുറിച്ച് പറയുകയാണ്. ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന്
പേരിട്ടു. എല്ലാവരും ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പടം വിട്ട് ചാടി എഴുന്നേറ്റ് ആത്മാവ് ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പടം വിട്ടൊന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാ അധരങ്ങളും തുറന്നാട്ടെ. ഇന്ന് രാത്രിയിൽ ഒത്തിരി കാര്യങ്ങൾ പറയാൻ കിടപ്പുണ്ട്. സമയ ചുരുക്കത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ഇടപെട്ടെന്ന് ബോധ്യമുള്ള ആ ദൈവശബ്ദത്തെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും അല്പനേരം വായികൾ തുറന്ന് എല്ലാവരും ശക്തമായൊരു സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒത്തിരി യാഗങ്ങൾ അബ്രഹാം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വില കൊടുത്ത്, ഏറ്റവും പെയിനായിട്ട് അബ്രഹാം നടത്തിയ യാഗമായിരുന്നു മോറിയ പർവ്വതത്തിൽ താൻ നടത്തിയ യാഗം. ദൈവം പറഞ്ഞു, മോനെ, ഈ യാഗത്തെയും യാഗസ്ഥലത്തെയും ഞാൻ മറക്കത്തില്ല. ഒരാമയും പറഞ്ഞാട്ടെ. ഈ യാഗത്തെയും യാഗസ്ഥലത്തെയും ഞാൻ മറക്കത്തില്ല. നീ ഹെബ്രോനിൽ നടത്തിയ യാഗം പോലൊരു യാഗമല്ല ഇത്. നീ ശേഖേമിൽ നടത്തിയ യാഗം പോലല്ല ഈ യാഗം. ബഥേലിൽ നടത്തിയ യാഗം പോലൊരു യാഗമല്ല ഇത്. ഈ യാഗത്തിന് നീ കൊടുത്ത വില ഞാൻ മറക്കത്തില്ല. ആ സ്ഥലം ഞാൻ മറക്കത്തില്ല. കാലങ്ങൾ കഴിഞ്ഞു കേട്ടോ. വർഷങ്ങൾ മുൻപോട്ട് കഴിഞ്ഞുപോയി. അബ്രഹാം യാഗം കഴിച്ചതിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ശലോമോൻ അവിടെ ആലയം പണിയുന്നത്. ആലയം പണിയാനുള്ള നിയോഗം ലഭിച്ച ദാവീദ്, അവൻ ആഗ്രഹിച്ച ദാവീദിന് അത് കഴിയാതെ വന്നു. ശലോമോനുടെ ദൈവം അത് പണിയിപ്പിക്കുമ്പോ ദൈവം പറഞ്ഞു, മനോഹരമായ ഒത്തിരി മലകളിൽ എനിക്ക് വേണമെങ്കിൽ ആലയം പണിയാം, പക്ഷെ അവിടെ ഒന്നും ഞാൻ പണിയത്തില്ല. അവൻ നിന്റെ പിതാക്കന്മാർ കൊടുത്ത വിലയുള്ളൊരു സ്ഥലമുണ്ട്. അത് മോറിയ പർവ്വതത്തിലാണ്. ആ സ്ഥലത്ത് വേണം നീ എനിക്ക് ഒരാലയം പണിയുവാൻ. എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ചാട്ടെ. ദൈവമക്കളെ, അബ്രഹാം യാഗം കഴിച്ച് 1000 വർഷങ്ങൾ കഴിഞ്ഞു. അബ്രഹാം കൊടുത്ത വില, ആ കൊടുത്ത വില കൊടുത്ത അബ്രഹാം ഇന്ന് ഭൂമിയിലില്ല. അത് കണ്ടവർ ഈ ഭൂമിയിലില്ല. ആ ജനറേഷൻ ആരും ഈ ഭൂമിയിലില്ല. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞാലും നീ കൊടുത്ത വില മറക്കാത്ത ദൈവം, നീ കഴിച്ച ആരാധനയുടെ ആഴത്തെ കണ്ട ദൈവം ആ സ്ഥലത്തെ പോലും മറക്കാതെ പോയെങ്കിൽ, അവിടെ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ ആലയം ശലോമോനിലൂടെ ദൈവം പണിതെടുത്തെങ്കിൽ ഉടകജല വൗഷസിയാര ഇന്ന് നീ ചെയ്യുന്നതിന്റെ റിസൾട്ട് ഒരിക്കലും വൃഥാവായി പോകത്തില്ല. തലമുറകൾ 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 കൈമാറിയാലും അതിന് അനുഗ്രഹങ്ങൾ തീരാത്ത വിധത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയെ അതിനകത്ത് വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വിശ്വസിക്കുന്നത് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശലോമോൻ പണിത മനോഹരമായ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അബ്രഹാമാ. അബ്രഹാമാ അതിന്റെ അടിസ്ഥാനമിട്ടെ. ആ അടിസ്ഥാനത്തിന്മേല വർഷങ്ങൾക്ക് ശേഷം ശലോമോൻ ആലയം പണിതത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ഒരു വലിയ ഉണർവിന് വേണ്ടി ഒരു അടിസ്ഥാനമിടാൻ, ഒരു വലിയ ദൈവപ്രവർത്തിക്ക് ഒരു അടിസ്ഥാനമിടാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ നിയോഗിക്കുകയാണ്. ഒത്തിരി കാടുകൾ വെട്ടിത്തെളിച്ച് ഒരു വലിയ ദൈവപ്രവർത്തി നമുക്ക് ചെയ്തെടുക്കുവാനുണ്ട്. അബ്രഹാം മോറിയ മലയിൽ കഴിച്ച യാഗം നാട്ടുകാരറിഞ്ഞു കാണത്തില്ല, കുടുംബക്കാരറിഞ്ഞു കാണത്തില്ല, രക്തബന്ധങ്ങൾ അറിഞ്ഞു കാണത്തില്ല. താനും തൻ്റെ മകനും മാത്രമായിരുന്നു ആ യാഗസ്ഥലത്ത് നിന്നത്. പക്ഷേ തൻ്റെ തലമുറ പരമ്പരയിലൂടെ അവിടെ ആലയം പണിതപ്പോൾ അത് ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധ ആകർഷിക്കപ്പെട്ടതുപോലെ ആരും അറിയാതെ നീ കൊടുത്ത വില, ആരും അറിയാതെ നീ കൊടുത്ത വില ദൈവം നീതിയായി കണക്കിടുമെന്ന് ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഉടബല ബൗഡപക്ഷസിയാന, ഒരുപക്ഷെ നിന്നെ കൊണ്ട് അടിസ്ഥാനം ഇടിയിക്കാനായിരിക്കാം ദൈവം പദ്ധതി ഇടുന്നത്. നീ അടിസ്ഥാനമിട്, വിശ്വാസത്താൽ അടിസ്ഥാനമിട്, പ്രാർത്ഥനയിൽ അടിസ്ഥാനമിട്, നിയോഗത്തിൽ അടിസ്ഥാനമിട്. ആ അടിസ്ഥാനത്തിന് മേൽ
ഒരു വലിയ ഉയർച്ചയുടെ പണിയെ ദൈവം നാളുകളിൽ ചെയ്തടിപ്പിക്കുവാൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരും അല്പനേരം വായികൾ തുറന്നുകൊണ്ട് ആ കരകളൊക്കെ അടിച്ചുകൊണ്ട് അന്യഭാഷകളിൽ അല്പനേരം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അവൻ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല, ദൈവത്തിന് അഡ്രസ് മാറത്തില്ല, ദൈവത്തിന് സ്ഥലം മാറത്തില്ല, ദൈവത്തിന് ഇടം മാറത്തില്ല. ഇന്ന് രാത്രി ചില ദൈവപ്രവർത്തികൾ ആത്മാവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയോ. എല്ലാവരും കരങ്ങൾ അടിച്ച ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. വായികൾ തുറക്കട്ടെ, അതരങ്ങൾ തുറക്കട്ടെ, ശബ്ദങ്ങൾ പുറത്തു വരട്ടെ. യെസ്, ബാല 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 സുഡബാല ബാല 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 ദൂഢബാല വൈരരക്ഷ വന്ദനത്വ വേരികട്ടി ദൂഢബാല പൗഢപക്ഷ വന്ദനത്വ വാരിഘട്ടം. നിന്റെ കയ്യിൽ ഏൽപ്പിച്ച തീയെ നീ അണയ്ക്കാതെ കൊണ്ട് നടന്നാൽ നാളുകളിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന ഒരു മഹത്വകരമായ അനുഭവത്തിന് ആ തീ സാക്ഷ്യം വഹിക്കും. ഓ ഓ ഓ ഓ പ്രാപിച്ചതിനെ വഴിയിൽ അണച്ചു കളയുന്ന പോരാട്ടങ്ങൾ തകരട്ടെ. പ്രാപിച്ചതിനെ വഴിയിൽ അണച്ചു കളയുന്ന പോരാട്ടങ്ങൾ ഇന്ന് രാത്രിയിൽ മാറട്ടെ. എത്തിക്കേണ്ടടത്ത് അതിനെ എത്തിപ്പാൻ സ്വർഗവിശ്വസ്തൻ. കരകളൊക്കെ അടിച്ച് ദൈവത്തെ സ്തുതിക്കൽപ്പനേരം. വായുകളൊക്കെ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. ദൈവ സാന്നിധ്യം രാത്രിയിലേക്ക് ഇറങ്ങട്ടെ. ആ തീയുടെ കത്തലിന്ന് രാത്രി ഉണ്ടാകട്ടെ. മോറിയ ദേശത്തില് ആ സ്ഥലത്തിനെ കെട്ടുപൊട്ടിക്കുന്ന ഒരു തീയായി ആ തീ മാറിയപ്പോൾ വൈഡകരാജം അന്തലവാരം ധേരികടത്വം പഞ്ചശാലം തൂടക്കട്ടം ധേരിക്കട്ടം പഞ്ചക്കട്ടം തൂടക്കട്ടം ദൈവ സാന്നിധ്യം. ഇന്ന് നീ കൊടുത്ത വില ആര് കാണുമില്ലായിരിക്കാം. അബ്രഹാമേ, ഈ യാഗത്തിന് നീ കൊടുത്ത പെയിൻ ആരും ഇത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇതിന്റെ അനുഗ്രഹം തലമുറകളുടെ മേൽ വെളിപ്പെടാൻ പോവുക. ഇതിന്റെ അനുഗ്രഹം തലമുറകൾ കാണാൻ പോകുകയാ. ഇന്ന് നീ ഇവിടെ കടിച്ച ആരാധന നഷ്ടമല്ല, നീ ഇവിടെ കത്തിച്ച തീ നഷ്ടമല്ല. ഇതൊരു തുടക്കമാണ്. ഇതിന്റെ ഉണർവ് തലമുറകളിലൂടെ തലമുറകളിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോവുക. ദാവീദ് ആ സ്ഥലത്ത് യാഗം കഴിച്ചു വീണ്ടും. ശലോമോൻ ആ സ്ഥലത്ത് ആലയം പണിതു. ദൈവത്തിന്റെ തേജസ് അസാധാരണമായി അവിടെ വെളിപ്പെട്ടു വന്നെങ്കിൽ ആരും കയറാത്ത ഒരു മല, ആ സ്ഥലത്ത് ഇതുവരെ ആരും യാഗപീഠം പണിതിട്ടില്ല. ആരെങ്കിലും അതിനു മുമ്പിട്ട് ആ പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്ഥലത്തിന് പേര് വീണേനെ. മോറിയ ദേശത്ത് ഒരു മലയെന്ന. പക്ഷെ അബ്രഹാം അവിടുന്ന് ഇറങ്ങിയപ്പോ ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ ഇരേ. ഇന്ന് രാത്രി ദൈവനോട് പറയുന്നു, നീ വീട്ടിൽ നിന്ന് അണയാതെ കൊണ്ടുപോയ തീയുണ്ടല്ലോ, അതൊരു ചരിത്രം മാറ്റാൻ പോവുക.
അതൊരു ചരിത്രം മാറ്റാൻ പോകുക. ഒരു പേര് പോലും ഇല്ലാതിരുന്ന ആ സ്ഥലത്തിന് ഒരു പേര് വീഴത്തക്ക രീതിയിൽ യഹോവ ഈരേ. ആ ദൈവനിയോഗത്തെ ഇന്ന് രാത്രി ഏറ്റെടുക്കാം. ആ ദൈവശത്രുവിൽ തലവണക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.